ഈ ഫുട്ബോൾ അസോസിയേഷനെ ബന്ധപ്പെട്ടിട്ടേ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വാർത്തകൾ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പത്രസമ്മേളനം വിളിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായിട്ട് 2024 ഡിസംബർ 20 അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് AFA ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള എല്ലാ ക്രൈറ്റീരിയകളും പൂർത്തിയാക്കിയതിന് ശേഷം, എല്ലാ പെർമിഷനുകളും എടുത്തതിന് ശേഷം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പെർമിഷൻ എടുത്തതിന് ശേഷം, നമ്മൾ അവരോട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്നാണ് കളി അനൗൺസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് കളികൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഒക്ടോബർ, നവംബർ 2 വിൻഡോകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. 2025 ഒക്ടോബർ 6 തുടങ്ങി 14 വരെയും നവംബർ 10 തുടങ്ങി 18 വരെയുള്ള 2 വിൻഡോ ഉള്ളത്. ആ വിൻഡോയിൽ കളി തരാമെന്നാണ് നമ്മളുമായിട്ടുള്ള എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റ് ഓൾറെഡി നമ്മൾ എഗ്രിമെൻറ്റ് മെൻഷൻ ചെയ്ത് കറക്റ്റായിട്ട് കൃത്യതയോടുകൂടി എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ട്, ഡേറ്റ് എഴുതിയിട്ടുണ്ട്, മാസം എഴുതിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരമാണ് നമ്മൾ AFA ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡിസ്കഷൻസ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. മെസ്സി വരും വരില്ല, AFA വരും വരില്ല എന്നുള്ള കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ആ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇവരോട് നമ്മൾ ചോദിച്ചിരുന്നു, എന്നാണ് നമുക്ക് കളി ഏത് മാസത്തെ കളിയായിരിക്കും തരാൻ കഴിയുക എന്ന് നമ്മളോട് ഇവരോട് ചോദിച്ചിരുന്നു. ആ ചോദിച്ചിട്ടുള്ള മറുപടിയായിട്ട് അവർ പറഞ്ഞത്, അതിനിടയ്ക്ക് ചൈനയായിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് അറിയ സമയത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചു, നിങ്ങളിങ്ങനെ ചൈനയായിട്ട് ഈ വിൻഡോയിൽ കളി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ചൈനയായിട്ട് പ്ലാൻ ചെയ്തിരുന്നു, ഡിസ്കസ് നടത്തുന്നുണ്ട്, അത് നവംബർ മാസത്തേക്കാണ്, ഒക്ടോബർ മാസത്തിലാണ് നിങ്ങൾക്ക് തരാൻ കഴിയുക എന്ന് പറഞ്ഞ് കൃത്യതയോടുകൂടി നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിൽ അയച്ചതിന് ശേഷം നമ്മളെല്ലാ പെർമിഷൻസ് കിട്ടിയെന്ന് അറിയിക്കുകയും, നിങ്ങൾ പൈസ അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൈസ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് നമുക്കൊരു മറുപടിയും തന്നിട്ടുണ്ട്. ആ മറുപടി പ്രകാരം നമ്മൾ 2026 ജൂൺ 6 അവർക്ക് നമ്മൾ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായ തുകയെ നമുക്ക് അവർക്ക് അയച്ചു. ആ അയച്ചതിന് ശേഷം 9 നമ്മൾ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയോ എന്ന് ചോദിച്ച് നമ്മൾ അവരോട് മെയിൽ അയച്ചപ്പോൾ കൺഫേം ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറയുകയും, 12 അവർ നിങ്ങൾ അയച്ച മുഴുവൻ പൈസയും ക്രെഡിറ്റായി എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ക്രെഡിറ്റ് ആയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിയാൻഡ്രോ പാട്ടർസൺ എന്ന് പറയുന്ന അവരുടെ ഒരു മാർക്കറ്റിംഗ് ഹെഡുണ്ട്, അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ഇദ്ദേഹമായി ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്തുകൊള്ളാൻ പറഞ്ഞിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്ത് തരികയും ചെയ്തു. അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മെയിൽ വരുന്നു, 2026 സെപ്റ്റംബറിലേക്ക് കളി തരുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. 2026 സെപ്റ്റംബറിൽ കളി തരുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. കാരണം നമ്മൾ AFA ആയിട്ട് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് 2025 ഒക്ടോബർ, നവംബർ മാസത്തിലാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഒക്ടോബർ മാസത്തിൽ കളി തരാമെന്ന് അവർ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവർ പറഞ്ഞ പ്രകാരമുള്ള ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് 2026 സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 2026 ജൂണിൽ ലോകകപ്പാണ്. അടുത്ത ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം ഫുട്ബോൾ അർജന്റീന ടീമിനെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ റിപ്പോർട്ടർ TVക്ക് അതിനോട് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ 2026 ജൂണിൽ മുന്നേ, ലോകകപ്പിന് മുൻപ് വരുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് നല്ല താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ അവിടെ വിൻഡോ വേണം, AFA FIFA ആയിട്ട് ഉള്ള വിൻഡോ വേണം. FIFA ആയിട്ട് ഈ 2 വിൻഡോ കഴിഞ്ഞാൽ ആകെയുള്ളത് മാർച്ചിൽ മാത്രമേ ഒരു വിൻഡോയേ ഉള്ളൂ. ആ മാർച്ചിൽ വിൻഡോയ്ക്ക് വരാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ അവർക്ക് ലോകകപ്പ് വരുവാണ്. ആ ലോകകപ്പിൻ്റെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2025 മാർച്ചിലേക്ക് വേണമെന്ന് ചോദിച്ചാൽ മാർച്ചിലേക്ക് പോലും നമ്മൾ അവരങ്ങനെ ഉറപ്പ് തരികയാണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് 2025 ഒക്ടോബർ, നവംബർ മാസത്തേക്കാണ്. അതിനാവശ്യമുള്ള പൈസയാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. അവരുടെ ഒരു ഈ 2021 ലോകകപ്പ് കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ വിന്നിംഗ് ടീമുമായിട്ടാണ് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. വിന്നിംഗ് ടീമിനെ ഇവിടെ കൊണ്ടുവരിക, ഇൻക്ലൂഡിങ് മെസ്സി അടക്കമുള്ള പ്രധാനപ്പെട്ട 4 കളിക്കാരെ അടക്കം ലോകകപ്പിൽ കളിച്ച സെയിം ടീമുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. ആ ടീമാണ് നമ്മൾ ഈ 2025 വരേണ്ടത്. പക്ഷേ അത് 26 കഴിഞ്ഞാൽ 2026 ഇവരാണോ ലോകകപ്പിൽ ജയിക്കാൻ പോകുന്നത് നമുക്കറിയില്ല, ഇവരാണോ 1ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് നമുക്കറിയില്ല. അങ്ങനെ ഒരു ടീമിനെ നമുക്ക് 26 ലോകകപ്പിന് ശേഷം കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിനകത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണോ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് ആ എഗ്രിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് നമ്മളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു കൺഫർമേഷൻ പ്രോപ്പറായ രീതിയിൽ അവർ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 6 തീയതി ആയി കഴിഞ്ഞാൽ 2 മാസം പൈസ അവർ വാങ്ങിയിട്ട് 2 മാസമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ അവർ തരാം എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് ആരുമായിട്ടാണ്? AFAൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിട്ടാണ്.
അപ്പോൾ അവർ നമ്മളോട് പറയുകയാണ് നിങ്ങൾ വേറെ ഒരാളോട് പോയി സംസാരിച്ച് ഒരു തേർഡ് പാർട്ടിയായിട്ട് സംസാരിച്ച് തീരുമാനം എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു ഏജൻസിയെ നിങ്ങൾക്ക് ഡിസ്കഷന് വേണ്ടി തരാമെന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്നുള്ളത് ആ കാര്യത്തിനകത്ത് അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്ലാനിങ്ങാണ് AFAനെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചതും ചെയ്തതും. കാരണം അത്രയധികം മുതൽ മുടക്കുള്ള ഒരു സംവിധാനത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയുക എന്ന് പറയുന്നത് ഫുട്ബോളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത്രയും വലിയൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്തത്. ആ ഇവൻറ്റ് എന്ന് പറയുന്നത് അതാണ് 100 കണക്കിന് കോടി രൂപ മുടക്കുള്ള ഒരു ഇവൻ്റാണ്. ആ ഇവൻറ്റ് നടത്തുക എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ടല്ല റിപ്പോർട്ടർ TV കണ്ടതും. അതുകൊണ്ടാണ് അവരുമായിട്ട് ആ രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റ് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം ഈ AFAനെ കൊണ്ടുവരിക, മെസ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നതേ ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ക്ലാരിറ്റിയോട് കൂടിയിട്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് എല്ലാ അപ്രൂവൽ കിട്ടിയതിന് മാത്രമേ ശേഷം ഞങ്ങൾ പണം അയക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട് പണം അയക്കുന്നില്ല എന്ന് ചോദിച്ചു വലിയ രീതിയിൽ ബഹളം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ക്ലാരിറ്റി കിട്ടണം. AFA വരുമോ, മെസ്സി വരുമോ, അല്ലെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് കേട്ടിട്ട് വർത്തമാനം പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിയുന്ന എന്താണ്, ഞങ്ങൾക്ക് എല്ലാ അപ്രൂവലും കിട്ടി, എല്ലാ പെർമിഷൻസും കിട്ടി. മെസ്സി വരുമെന്നും നിങ്ങൾ പൈസ അടച്ചോളൂ, അർജന്റീന ടീം വരുമെന്നും നിങ്ങൾ പൈസ അടച്ചോന്നും ഒക്ടോബറിൽ വരാമെന്നും ഒഫീഷ്യലി കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ആ കൺഫർമേഷൻ എഗനസ്റ്റ് ആയിട്ട് ഞങ്ങൾ പൈസ അടയ്ക്കുന്നത്. ആ പൈസ അടയ്ക്കുന്ന സമയത്ത് ഇതെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്, RBIനെ അയച്ചിട്ടുണ്ട്. എല്ലാ പെർമിഷനും എടുത്ത് പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അത് AFAൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് തന്നെ ഡയറക്റ്റ് മെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനത്തിലുള്ളൂ. ഇപ്പോൾ അവർ പറയുന്നു സെപ്റ്റംബറിലേക്ക്, അടുത്ത വർഷം 2026 സെപ്റ്റംബറിലേക്ക് വരാം. അതിന് പറ്റുവാണെങ്കിൽ അതിനൊരു എഗ്രിമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നു. 2026 സെപ്റ്റംബറിൽ കളി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അയച്ചോളൂ എന്ന് പറയാം. അങ്ങനെ ആ 26 എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അയക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇഷ്യൂസ്. ഇന്ത്യയിലെ നിയമപ്രകാരം അത് പ്രാക്ടിക്കലല്ല. കാരണം എന്താണ്, നമ്മളൊരു എഗ്രിമെൻറ്റ് ബേസിലാണ് ഇന്ത്യയിൽ പുറത്തേക്ക് ഇത്രയും വലിയ എമൗണ്ടാണ് പുറത്തേക്ക് അയക്കുന്നത്. ആ പൈസ നമുക്ക് തിരിച്ച് വരിക എന്ന് പറയുന്നത്, ആ പൈസ അവർ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ട് പുതിയ എഗ്രിമെൻറ്റ് പ്രകാരം ഈ എഗ്രിമെൻറ്റ് പെർമിഷൻ എടുത്ത്, RBIൻ്റെ പെർമിഷൻ എടുത്ത് ആ പ്രകാരം മാത്രം പൈസ അടച്ചാൽ മാത്രമേ 2026 സെപ്റ്റംബറിലേക്ക് പറ്റുള്ളൂ. അല്ലാതെ അവർ എഗ്രിമെൻറ്റ് അയച്ചു തരുന്ന പാടെ അവരുടെ രാജ്യത്തിൽ ചിലപ്പോൾ അങ്ങനെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെ നമ്മുടെ രാജ്യത്ത് പറ്റില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് നമുക്ക് നിയമമുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിൽ മുന്നോട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ. അതിന് വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് റിപ്പോർട്ടർ TV അല്ലെങ്കിൽ ആൻഡോയോ മിനിസ്റ്ററോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നേരത്തെ പറയുന്നുണ്ട്, അർജന്റീന ടീം വരണോ വരണ്ടോ തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷെ പണം മേടിച്ചു കഴിഞ്ഞാൽ വരാതിരുന്നാൽ അത് ചീറ്റിംഗ് ആണ്. പണം മേടിക്കുന്നതിന് മുൻപ് പറയാം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങൾ ഈ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയാം. പക്ഷെ പണം വാങ്ങി ഞങ്ങൾക്ക് ഡേറ്റ് കൺഫർമേഷൻ തന്നു, മാസം കൺഫർമേഷൻ തന്നു, ഇന്ന വിൻഡോയിൽ ഇന്ന ഡേറ്റിൽ 7 ദിവസം. ഞങ്ങളുടെ കരാറിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് 7 ദിവസം ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. 2 മാച്ച് കളിക്കും എന്നുള്ളതാണ്. ഒരു ഫാൻ മീറ്റിംഗ് നടത്തും എന്നുള്ളതാണ്. അതിനെല്ലാം ക്ലാരിറ്റിയോടുകൂടി നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മാച്ച് നടത്തുന്നത്, ഏതാണ് സ്റ്റേഡിയം. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ പ്രശ്നം ഉണ്ട്, ഏത് സ്റ്റേഡിയമാണ് കളിക്കുന്നത് എന്നുള്ളത്. സ്റ്റേഡിയം ഏതാണെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ എന്താണ് വിഷ്വലായിട്ടുള്ള AR സംവിധാനത്തിൽ നമ്മൾ ചെയ്ത് എങ്ങനെയാണ് സ്റ്റേഡിയം ഇരിക്കുന്നതും എങ്ങനെയാണ് കളി നടക്കാൻ പോകുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ പൗലീന ഉള്ളത് അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അത് രണ്ടാമത്തെ കാര്യം, എവിടെയാണ് ഫാൻ മീറ്റിംഗ് നടത്തുന്നത്. ഫാൻ മീറ്റിങ്ങിൻ്റെ ഓളിയും ചോദിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരെ ഓളിയത്തിലുള്ള ഫാൻ മീറ്റിംഗാണ് നടത്താൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്ത് ലോകത്തെ ഏറ്റവും വലിയ ഇവൻ്റാക്കി മാറ്റാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. 1 കോടി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടുള്ള ഫാൻ മീറ്റിംഗ് ആണ്. 1 കോടി ആൾക്കാരെ. ഈ 1 കോടി ആൾക്കാരെ എവിടെ ഉൾക്കൊള്ളും, ഏത് ഏരിയയിൽ ഉൾക്കൊള്ളും കേരളത്തിൽ എന്ന് ചോദിച്ചിട്ട് പോലും ഞങ്ങൾക്ക് കൺഫർമേഷൻ, അതടക്കം ഞങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 1 കോടി എവിടെയാണ് ഉൾക്കൊള്ളുന്നത്, അത് ഞാൻ കാണിക്കാം നിങ്ങളെ. എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന്, എങ്ങനെയാണ് ഈ 1 കോടി ആൾക്കാരെ പങ്കെടുപ്പിക്കുന്ന സംവിധാനം ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഉദ്ഘാടനം നടത്തുന്നത് ചോദിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു FIFA വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടനം എങ്ങനെയാണോ അതുപോലെ ഉദ്ഘാടനമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതുപോലെ വേൾഡിലെ ഫേമസ് ആയ സിംഗേഴ്സിനെ, ഫേമസ് ആയ എയർ ഷോ മുടങ്ങിയ വലിയ രീതിയിലുള്ള ഒരു ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഉദ്ഘാടനം എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെയുള്ള ഒരു വലിയ ഇവൻ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇവരെ അറിയിച്ചതിന് ശേഷം, ഇവരുടെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ പൂർണ്ണമായി പണം അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പണം കിട്ടിയതിന് ശേഷം 2026 അടുത്ത ലോകകപ്പ് കഴിയട്ടെ എന്ന് പറയുന്നതിനകത്ത് ധാരണ പ്രശ്നമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കരാറിന് ലംഘനമാണ്. ആ കരാർ ലംഘനത്തിന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പിന്നെ ഒഫീഷ്യലായിട്ട് ഈ സമയം വരെ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ത് 2025 ഒക്ടോബർ നവംബർ മാസത്തിൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ ചെയ്തിട്ട് എന്താണ്, ഈ പറഞ്ഞ എഗ്രിമെൻറ്റ് 2026 നിങ്ങൾ ഓക്കെ ആണെങ്കിൽ സൈൻ ചെയ്യാൻ പറഞ്ഞൊരു എഗ്രിമെൻറ്റ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കത് ഓക്കെ അല്ല. അപ്പോൾ 25 ഒക്ടോബർ നവംബറിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവർ വരില്ലെങ്കിൽ വരില്ല എന്ന് നമ്മളോട് പറയണം. പക്ഷേ ആ ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല. നിങ്ങൾ ഡിസ്കഷൻ വേറെ ഒരാളോട് ഡിസ്കഷൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞാൽ അത് നടത്താൻ നമ്മൾ തയ്യാറല്ല. കാരണം എന്താണ്, ആ ഡിസ്കഷൻ ഇവരെന്ത് ഉദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല. ഇനി വേറൊരു കാര്യം പറയാം.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചിരുന്നത്, ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ലോകകപ്പിൽ ഉള്ള ഒരു ടീമല്ല, ഫിഫയിലുള്ള ടീമല്ല, ഇവിടെ ഇങ്ങനെ ഒരു ഫുട്ബോളിന് പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് അവർക്കറിയില്ല. ഇപ്പോൾ അവർക്ക് എന്താണ്, കേരളത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, കേരളത്തെ പൊട്ടൻഷ്യൽ മനസ്സിലായി, ഇവരുടെ ആരാധകരുടെ ആവേശം മനസ്സിലായി, ഈ കാര്യങ്ങൾ മനസ്സിലായി, കേരളത്തിലെ ഒരു സാധ്യത ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ സാധ്യത, ഇന്ത്യയിലൊരു സാധ്യത ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു വിലപേശൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഒക്ടോബർ മാസം ഇതുവരെ വിൻഡോ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫിഫ ഒരു വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ വിൻഡോ അനൗൺസ് ചെയ്യും, അതാ ഞങ്ങൾ ഇന്ന രാജ്യത്ത് കളിക്കും എന്നുള്ളത്. ഇനി ഒക്ടോബറിലേക്ക് എത്ര മാസമുണ്ട്? ജൂലൈ ആയി, സെപ്റ്റംബർ, ഒക്ടോബർ 2 മാസമേ ഉള്ളൂ. ഈ 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ വിൻഡോ അനൗൺസ് ചെയ്യണം. ഈ വിൻഡോ ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ്, ആ വിൻഡോ അവിടെ ഉണ്ട്. ചൈനയോട് ഞങ്ങൾ കൺഫർമേഷൻ മേടിച്ചു, ചൈനയിൽ നോക്കി കളിയുണ്ടോ, ചൈന ഒഫീഷ്യലായി പറഞ്ഞു ചൈനയായിട്ട് കളിയില്ല എന്നുള്ളത്. പിന്നെ അവർ പറയുന്നത് എന്താണ്, അങ്കോളയാണ്. അങ്കോളയിൽ എന്താണ്, അങ്കോളയും ഒഫീഷ്യലായി, അതും ഇങ്ങനെ കേട്ടുകേൾവിയാണ്, അങ്കോളയും ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പിന്നെ മാച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഫിഫയും പറയുന്നില്ല, ഇവർ പറയുന്ന രാജ്യങ്ങളൊന്നും ഈ മാച്ച് ഈ പറയുന്ന വിൻഡോയിൽ ഉണ്ടെന്ന് പറയുന്നില്ല. അങ്ങനെ സ്ഥിതി വരുന്ന സമയത്ത് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? നമ്മളെ കൊണ്ട് ഇവരോട് ചോദിക്കുക, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നിരന്തരം ചോദിച്ചുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ. ഇനി നിങ്ങൾ പണമാണോ കൂടുതൽ, അതിനും മറുപടിയില്ല. പണം കൂടുതൽ ആവശ്യപ്പെടാനാണോ നോക്കിയാൽ അതിന് മറുപടിയില്ല. അപ്പം ഇവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ത്യയിൽ കരാറുമായി സൈൻ ചെയ്ത സമയത്ത്, റിപ്പോർട്ടർ ടി വി ഇന്ത്യയുമായിട്ട് ഇവരുമായിട്ട് പിന്നെ ഫിഫയായിട്ട് കരാർ വെക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലുള്ള പൂർണ്ണ ഈ കളികളും മെസ്സിയായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വം റിപ്പോർട്ടർ ടി വിയാണ് ഏറ്റെടുക്കുന്നത്, ഗവൺമെൻറ്റാണ് ഏറ്റെടുക്കുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ വരും, മുംബൈയിൽ വരും, പിന്നെന്താണ് ബംഗാളിൽ വരും എന്നൊക്കെ പറയുകയാണ്. ചില കമ്പനികളുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ചില കമ്പനികളുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ച കമ്പനികളുമായി ഞാൻ ഡിസ്കസ് ചെയ്തു. ഇപ്പം മെസ്സി വരുന്നു എന്ന് പറഞ്ഞ കമ്പനികളുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവരുടെ അവസ്ഥ നമ്മുടെ അതേ അവസ്ഥയാണ്. അവരെന്താണ്, ഒഫീഷ്യലി AFAയും മെസ്സി അനൗൺസ് ചെയ്യുന്നില്ല ഞാൻ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത്, പക്ഷേ പണം മേടിക്കുന്നുണ്ട്, എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് മെസ്സി വരുമെന്ന് പറയുന്നുണ്ട്, മെസ്സിനോട് ആൾക്കാരെ ഡിസ്കഷൻ നടത്തുന്നുണ്ട്, പണം മേടിക്കുന്നുണ്ട്, എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ട്, പക്ഷേ ഇവർ ഒഫീഷ്യലി കൺഫർമേഷൻ നടത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഒക്ടോബർ നവംബർ മാസങ്ങൾക്ക് വിൻഡോ ഉണ്ട്, ഡിസംബർ മാസത്തിൽ ഇവരുണ്ട്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ഇന്ത്യൻ റിപ്പോർട്ടർ ലീവിക്കല്ല, ഈ കേരളത്തിൽ കളിക്കാൻ വരുന്നതിന് ഇടയ്ക്ക് ഡൽഹിയിലും മുംബൈയിലൊക്കെ പോവുക എന്ന് ഉദ്ദേശിച്ചിട്ട് അവർ സൈൻ ചെയ്ത് പോവുകയാണ്, ഇങ്ങനെ സൈൻ ചെയ്ത് പോവുകയാണ്. അപ്പം അത് സൈൻ ചെയ്യുന്നത് എന്താണ്, ഈ മെസ്സിൻ്റെ ഫാദർ അടങ്ങുന്ന ഒരു സെപ്പറേറ്റ് കമ്പനിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കമ്പനി ഇന്ത്യയിൽ വന്ന് സെപ്പറേറ്റ് സൈൻ ചെയ്യും, പണം മേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഒരു കമ്പനിയുടെ കൽക്കട്ടയിലുള്ള ഒരു കമ്പനിയെ ഡിസ്കസ് ചെയ്തു. അവർ മെസ്സിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനും ഒരു നമ്മുടെ ജേഴ്സി സൈൻ ചെയ്യാനും വേണ്ടിയത് $2 ലക്ഷം എന്ന് പറഞ്ഞാൽ 1,80,00,000 രൂപയാണ് ഒരു ഇതാണ്. അങ്ങനെ 100 പേരെ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാ, 100 പേരെ കാൽക്കുലേറ്റ് 180 കോടിയായി. അപ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം ഇവർ എഗ്രിമെൻറ്റ് വെക്കും. അപ്പോൾ ഈ അർജൻറ്റീന ടീം ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ആ ടീമിനെ ഇവരെല്ലാം അവരുടെ ബേസിൽ എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അത് കരാർ ലംഘനമാണ്. കാരണം അങ്ങനെ ഇന്ത്യയിൽ വന്നിട്ട് കളിക്കാൻ കഴിയില്ല അവർക്ക്. അങ്ങനെ റിപ്പോർട്ടർ ടി വിയുമായി ബന്ധപ്പെട്ട എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലേക്ക് വരാൻ കഴിയുള്ളൂ. ഈ കരാർ പ്രകാരം ഈ 2025 ഫുട്ബോൾ വിന്നിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട, അല്ലാതെ നാളെ രാവിലെ ഇവർ കേരളത്തിലേക്ക് വരാതെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടാക്കുന്നത്, ഡൽഹിയിൽ വരുന്നു, ബോംബെയിൽ വരുന്നു, ബംഗാളിൽ വരുന്നു, പക്ഷേ കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. മെസ്സി വരുന്നില്ലെങ്കിൽ ഇന്ത്യയിലില്ല, എവിടെയില്ല, കേരളത്തിലേക്കും ഇല്ല, ബംഗാളിലും ഇല്ല, ഡൽഹിയിലും ഇല്ല. വരുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ. വരുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇത്രയും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തിനാണ് ഇവരെ ചെയ്യുന്നത്? കേരളത്തിലെ ആരാധകരെ കണ്ടിട്ടാണ്. കേരളത്തിലെ ആരാധകരോടാണ് റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം പണം കൊടുത്തിട്ട് ഈ പണം തിരിച്ചു വെക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നോക്കും. ഗവൺമെൻറ് നോക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ ഗവൺമെൻറ് ഡിസ്കഷൻ വാക്ക് വ്യത്യാസം നടത്തിയാൽ അതിന് മുൻപ് കരാറിൽ എങ്ങനെ നടത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകും. ചീറ്റിംഗ് നടത്തിയാൽ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള കാര്യങ്ങളിൽ പോകും. പക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആരാധകരോട് ഇവർക്ക് എന്താ പറയാൻ കഴിയുക? പണം മേടിച്ചതിന് ശേഷം, പണം കിട്ടിയില്ലേ പറയാം, പണം കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തതിന് എന്ന് പറയാം. പണം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്നില്ല, കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേരളത്തിലെ ആരാധകരെയും ഇന്ത്യയിലെ ആരാധകരെ അവരങ്ങനെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം അത് റിപ്പോർട്ടർ ടി വിനെ ബ്ലെയിം ചെയ്തുകൊണ്ടോ ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്തുകൊണ്ടോ മിനിസ്റ്ററെ ബ്ലെയിം ചെയ്തുകൊണ്ടല്ല, കറക്ക് കമ്പനിയാണെന്നോ ഉള്ളതല്ല. കറക്ക് കമ്പനിയാണെങ്കിൽ ഫിഫ കറക്ക് കമ്പനിയായിരിക്കും. ഫിഫേൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട്. നമ്മളെല്ലാ പെർമിഷൻസും എടുത്തിട്ടുണ്ട്, എല്ലാ എഗ്രിമെൻറ്റ് ക്ലാരിറ്റിയോടുകൂടി ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോട് നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞ സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ട്, അവർ കിട്ടിയെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്, അവർ ആ കാര്യത്തിൽ ഒക്ടോബറിൽ കളിക്കാൻ വരാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് അടുത്ത വർഷം സെപ്റ്റംബറിലേക്ക് മാറ്റി അത് അംഗീകരിച്ചിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ കേരളത്തിലേക്കില്ല. കേരളത്തിലെ ആരാധകർക്ക് ഇത് മനസ്സിലാവും എന്നുള്ളതാണ്. റിപ്പോർട്ടർ ടി വി പണം കൊടുക്കാതെ വരാതിരിക്കുന്നു എന്ന് ഒരു കാലത്ത് വലിയ രീതിയിൽ വാർത്തകളുണ്ടാക്കി. ഇനി പണം കൊടുത്തതിന് ശേഷം എന്താ വരാത്തതെന്ന് ചോദ്യത്തിന് മറുപടി വേണ്ടേ?
അത് വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാർഗ്ഗങ്ങളും നോക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ സെല്ല് ചെയ്തിരിക്കുന്നത് ഫിഫേൻ്റെ വിൻഡോയാണ്. ഫിഫേൻ്റെ വിൻഡോ സെല്ല് ചെയ്യുന്ന സമയത്ത് ഫിഫയ്ക്ക് അതിനകത്ത് അധികാരം ഉണ്ടാവും. ഫിഫേൻ്റെ എന്താ ഒരു ഒരു വിന്നിങ് ടീമിന് വിൻഡോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഫിഫേൻ്റെ വിലയും കൂടെ കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് അത്രയും വില ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലോകത്ത് ഇത്രയധികം രാജ്യങ്ങളുണ്ടല്ലോ, അവരെ ആരെയും വിളിച്ച് കളിപ്പിച്ചാൽ പോരെ. ഈ വിൻഡോയിൽ കളിക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന് ഫിഫ പറയുന്നതുകൊണ്ടാണ് അവർക്ക് ഫിഫയ്ക്ക് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അതിന് കംപ്ലയിൻറ്റിങ് അതോറിറ്റി ഉണ്ട്, കംപ്ലയിൻറ്റിങ് ചെയർമാൻ ഉണ്ട്, അതിൻ്റെ വൈസ് ചെയർമാൻ ഉണ്ട്. അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ നോക്കും. ഫിഫേൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും കംപ്ലയിൻറ്റിങ് അതോറിറ്റി സെപ്പറേറ്റ് ഉണ്ട്, ഫിഫേൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് വേറെ ഉണ്ട്, അതിൻ്റെ ഫിഫേൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും ചെയറൊക്കെ ഉണ്ട്. അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ നോക്കും. അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും. ആദ്യം നമ്മൾ നോക്കുന്നത് ഇവരെന്താണ് മറുപടി പറയുന്നതെന്ന് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു മാസത്തോടെ കഴിഞ്ഞാൽ ഇത് ഇവൻ്റ് നടത്താൻ പറ്റില്ല. ഒരു മാസത്തോടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒക്ടോബറിൽ വരും എന്ന് പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോരാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഒരുക്കണം. അതിന് വേണ്ട ഭൗതികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവൻ്റ് നടത്തേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. ഇവൻ്റ് ടീമിന് പണം കൊടുത്തു, ഇവൻ്റ് ചെയ്യേണ്ട ടീമിന് പണം കൊടുത്തു, ഈ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യേണ്ട ആൾക്കാർക്ക് പണം കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പണങ്ങൾ മുഴുവൻ നമ്മളെങ്ങനെ തിരിച്ചു പിടിക്കുക? ഈ പണങ്ങൾ മുഴുവൻ ഇവർ ഒക്ടോബർ മാസത്തിലേക്ക് വരികയാണ്, സെപ്റ്റംബർ ഒരു മാസം മുന്നേ വിളിച്ചിട്ട് പറയാം ഞങ്ങൾ അടുത്ത മാസം അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് റിപ്പോർട്ടർ TV ഇതിനെ കണ്ടിട്ടില്ല. റിപ്പോർട്ടർ TV പറഞ്ഞ ഇന്നലെ ഒരു ചാനൽ പറയുന്നത് കേട്ടോ, സ്പോൺസർക്ക് സ്പോൺസറിൻ്റെതായ പിന്നെ പണം ഉണ്ടാക്കാനുള്ള ആവശ്യങ്ങളുണ്ടാവും. റിപ്പോർട്ടർ TV പണം ഉണ്ടാക്കാനുണ്ടെങ്കിൽ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ വരുന്നത് ഫിഫേൻ്റെ ടീമല്ല, ഫിഫേൻ്റെ ടീം അല്ല, സോറി AFAൻ്റെ ടീമല്ല. അവർ കളിക്കാൻ വരുന്നില്ല, മെസ്സി മാത്രം വരികയാണ്. മെസ്സിനെ മാത്രം കൊണ്ടുവന്നാണ് കളി നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെസ്സിനെ മാത്രം റിപ്പോർട്ടർ TV ഇതിന് 10 പൈസ കൊടുത്താൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോഴും പറ്റും. അവരുടെ സെപ്പറേറ്റ് കമ്പനിയാണ്. അവരെ ക്ലബ്ബുമായിട്ടും ഈ അവരുടെ ഫാദറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്താൽ മെസ്സിനെ കൊണ്ടുവരാൻ കഴിയും. മെസ്സിനെ കൊണ്ടുവന്നുകൊണ്ട് മാത്രം കേരളത്തിൽ കാര്യങ്ങൾ നടക്കുമോ? അല്ലല്ലോ. കേരളത്തിൽ കൊണ്ടുവന്ന് വേൾഡ് കപ്പ് പോലെ ഒരു വേൾഡ് കപ്പ് നടത്താൻ കഴിയുന്നുണ്ടോ? വേൾഡ് കപ്പ് പോലെ നമുക്കിപ്പോൾ നാളെ രാവിലെ ഫിഫേൻ്റെ റാങ്കിങ്ങിൽ കയറി അതിൻ്റെ വന്ന് നാളെ രാവിലെ വേൾഡ് കപ്പ് കളിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. നമുക്ക് അങ്ങനെ ടീമില്ല. പക്ഷേ എന്താണ്, ഈ ഒരു പെർസെപ്ഷൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ലോകരാജ്യത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കേരളത്തിൽ ഇത്രയും ആരാധകരുണ്ട്, ഫുട്ബോളിന് വേണ്ടി ഇത്ര ആരാധകരുണ്ടെന്ന് അറിയിക്കണം, ലോകരാജ്യങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മെസ്സിനെ കൊണ്ടുവന്ന് ഇവിടെ കളി നടത്താമെന്ന് വിചാരിക്കുന്നത്, AFA ടീമിനെ കൊണ്ടുവന്ന് കളി നടത്താമെന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ട സാഹചര്യങ്ങളാണ് റിപ്പോർട്ടർ TV ഒരുക്കിയത്. അതിന് എടുക്കേണ്ട റിസ്ക്കാണ് റിപ്പോർട്ടർ TV എടുത്തത്. ഈ റിസ്ക് മുന്നിൽ കാണാതെ, ഈ പണം അയച്ചത് മുന്നിൽ കാണാതെ എന്തോ വലിയ അപരാധം നടത്തിയിരിക്കുന്നു, പച്ചാളം പാസി വരുന്നു പറഞ്ഞ് പറ്റിച്ച പോലെ പറ്റിക്കാൻ പോവുകയാണ് എന്ന് ജനങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ട് കാര്യമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്കായിട്ട് ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞോളൂ. ഇത് നിങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വാർത്ത കൊടുത്തോണ്ടിരിക്കുക മെസ്സി വരില്ല. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ മെസ്സി വരില്ല എന്ന്? ആരോടാ പറഞ്ഞത് മെസ്സി വരില്ല എന്ന്? ആരോടെങ്കിലും പറഞ്ഞോ? മെസ്സി വരില്ല എന്ന് വലിയ കാർഡ് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. മെസ്സി വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അർജന്റീന ടീം വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ ഒഫീഷ്യലായിട്ട് അറിയിക്കട്ടെ. ഒഫീഷ്യൽ അറിയിക്കുമ്പോൾ തൻ്റെ അടുത്തോടു കൂടി നമ്മൾ വന്ന് പറയും, ഇതാ മെസ്സി നമ്മളെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് പണം മേടിച്ചിട്ടുണ്ട്, ഞങ്ങളത് പറയും. പക്ഷെ ഇതൊന്നും പറയാതെ മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക. റിപ്പോർട്ടർ TV ഇത് എഗ്രിമെന്റ് വെച്ച കാലം തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുക മെസ്സി വരില്ല എന്ന്. അല്ലെ, നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുക മെസ്സി വരില്ല എന്നുള്ള കാര്യം? അതെങ്ങനെ അറിയാൻ പറ്റുക? മെസ്സി വരുമല്ലോ അവർ പറയട്ടെ തന്നെ, അർജന്റീന ടീം പറയട്ടെ. അല്ലെങ്കിൽ അവരെന്താ പണം മേടിച്ചേ? അവർ ഒഫീഷ്യലായിട്ട് അവർ കൺഫർമേഷൻ തരുന്നുണ്ടല്ലോ. മിനിസ്റ്റർ നേരിട്ട് പോയിട്ട് ഇവിടുത്തെ ഹെഡുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർ ഒഫീഷ്യലി കൺഫർമേഷൻ തന്നതാണ്. ഇത് നമ്മളുമായിട്ട് എഗ്രിമെന്റ് ചെയ്ത സെയിം ആളാണ്, ഡിസ്കഷൻ നടന്ന സെയിം ആളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ദുബായിൽ വന്ന് ലുലുവായിട്ട് അവരെ സ്പോൺസറായി സൈൻ ചെയ്തത്. അതിന് സെയിം ആൾ തന്നെയാണ് കൽക്കട്ടയിലും ഇവിടെയും വന്നിട്ട് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും പൊട്ടന്മാരാണോ? ഇതെല്ലാം കറക്ക് കമ്പനിയാണോ? അങ്ങനെയാണെങ്കിൽ അത് ഫിഫയാണ്, റിപ്പോർട്ടർ TVയും കേരള സർക്കാരൊന്നുമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ റെസ്പെക്റ്റാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത്, ഇവരോടുള്ള ബഹുമാനമാണ് ഇവർ നശിപ്പിക്കുന്നത്. ഇവരുടെ അർജന്റീന ഗവൺമെൻറ്റും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും രണ്ട് തട്ടിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല, ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. അപ്പം ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞ ഒരു നരേറ്റീവ് ഉണ്ടാക്കി വിട്ടിട്ട് ഇതെന്തോ വലിയ തെറ്റാണ് ഇവിടെ നടക്കുന്നതല്ല. തെറ്റ് നടന്ന നഷ്ടം നടന്ന റിപ്പോർട്ടർ TVക്ക് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും തരാൻ പോകുന്നില്ല, ഇവിടുത്തെ സർക്കാരും തരാൻ പോകുന്നുള്ള ബോധ്യം നമുക്കുണ്ട്. നമ്മളെടുത്ത ഇനീഷ്യേറ്റീവിനെ റെസ്പെക്ട് ചെയ്യാനുള്ള മര്യാദ ഇവർ ആദ്യം കാണിക്കണ്ടേ. നമ്മളെടുത്ത റെസ്പെക്റ്റിന് ഇനിഷ്യേറ്റീവ് ഈ പറഞ്ഞ് പണം അയക്കുന്നില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ഇരുന്ന് ചർച്ച നടത്തി നിങ്ങൾ ഇപ്പം അയച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അയച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ ഈ ഡോക്യുമെൻ്റ് ഒന്നും ഉണ്ടാക്കാതെ അയച്ചിരുന്നെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആര് തരും ഈ പൈസ? തരില്ലല്ലോ. അപ്പോൾ വരില്ല എന്ന് വരുത്തി തീർക്കാൻ എന്തൊരു ഉത്തരവാദിത്തം അറിയോ? ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ. റിപ്പോർട്ടർ TV വരില്ല, അർജന്റീന ടീം വരുന്നില്ല എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ.
അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം വാങ്ങിയതിന് ശേഷം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിലെല്ലാം പോകും. അത്ര ചെറുതായിട്ടൊന്നും റിപ്പോർട്ടർ ടിവിനെയോ റിപ്പോർട്ടർ മാനേജ്മെൻറ്റിനെയോ ഈ പറഞ്ഞ കേരള സർക്കാരിനെ ഒന്നും കുറച്ച് കാണേണ്ട കാര്യമില്ല. നമ്മളെന്താണ് ഇവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്താണ്? ഒരു ഫുട്ബോൾ അസോസിയേഷൻ, ആ ഫുട്ബോൾ പിന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പിൽ 1ാം സ്ഥാനത്ത് വിൻ ചെയ്ത് കപ്പടിച്ച ടീമാണ്. ആ ടീം വെച്ചെടുത്ത എല്ലാ നടപടികളെയും ശ്ലാഘിക്കുകയും കേരളത്തിലെ മലയാളികൾ മുഴുവൻ ഇവർക്ക് പോയി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണ്. ആ കൈയടിച്ചതിനോടാണ് ഇവർ നിരുത്തരവാദം. അല്ലെങ്കിൽ പറയാം പൈസ കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാത്തതെന്ന്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അഭിപ്രായം? പൈസ ഇനി കൂടുതൽ പൈസ വേണോ? കൂടുതൽ പൈസ വേണേൽ പറയണ്ടേ പൈസ കൂടുതൽ വേണം എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പോയി ഡിസ്കസ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇത്ര കൂടെ പൈസ അടച്ചോ, ഞങ്ങൾ അർജന്റീന അതിനൊന്നും ആരും ഇനിഷ്യേറ്റീവ് ഒന്നുമില്ലല്ലോ. ആ ഇനിഷ്യേറ്റീവ് ഒന്നും ആവില്ല. അതിന് ഇനിഷ്യേറ്റീവിൻ്റെ ആവശ്യം നമ്മൾക്ക് ഇല്ലതാനും. അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ എന്താണ്, പൈസ കൊടുത്ത ആൾക്കാർക്കും അത് കിട്ടിയ ആൾക്കാർക്കും അത് വാങ്ങിയ ആൾക്കാർക്കും എല്ലാം അതിന് ധാരണയുണ്ട്. അർജന്റീന ടീം വരുന്നുണ്ടെങ്കിൽ ഈ 2025 ഒക്ടോബർ നവംബറിൽ വരും. അത് കഴിഞ്ഞ് വരണമെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊരു കരാർ ലംഘനമാണ്. ആ കരാർ ലംഘനം ഇന്ത്യ നിയമപ്രകാരം നടക്കില്ല. ഇന്ത്യയിൽ RBIക്ക് നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ആ എഗ്രിമെൻ്റ് കൊടുത്ത് അവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ പൈസ അയക്കാൻ കഴിയുള്ളൂ. ഈ എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പെർമിഷൻ, സ്പോർട്സ് മിനിസ്ട്രീൻ്റെ പെർമിഷൻ മേടിക്കുന്നത്, ഇന്ത്യൻ ഫിനാൻസ് മിനിസ്ട്രീൻ്റെ പെർമിഷൻ മേടിക്കുന്നത്, ഇന്ത്യൻ RBIൻ്റെ പെർമിഷൻ മേടിക്കുന്നത്. ഇതെല്ലാം ഈ എഗ്രിമെൻ്റ് ബേസ് ചെയ്തിട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ അടുത്ത വർഷത്തേക്ക് വരാം. അപ്പോൾ ഇന്നലെ പറയുകയാണ്, അയ്യോ 2025 പിന്നെ ലോകകപ്പിന് മുന്നേ വന്ന എന്താ പ്രശ്നം? മിനിസ്റ്റർ എന്താ അത് അംഗീകരിക്കാത്ത? അങ്ങനെ കളിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിക്കണമെങ്കിൽ ഈ പറഞ്ഞ 280-300 ആൾക്കാർക്ക് ഇന്ത്യൻ ഗവൺമെൻറ് വിസ തരണം. വേറൊരു രാജ്യത്തെ VVIPകളായ ആൾക്കാർ ഇന്ത്യയിലേക്ക് വരണം. അത് ഇന്ത്യ ഗവൺമെൻറ്റാണ് വിസ തരുന്നത്. നിങ്ങളിത് പറയുന്ന പോലെ തോന്നുന്ന പോലെ കൊണ്ട് പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിസ ഒന്നുമില്ല. എഗ്രിമെൻറ്റ് വെച്ച എഗ്രിമെൻറ്റ് കൊണ്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി വിദേശകാര്യ മന്ത്രാലയത്തിന് പെർമിഷൻ മേടിച്ചിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 250 ആൾക്കാരെ 24 മണിക്കൂർ ഫ്ലൈയിങ് ആണ്. അർജന്റീനയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ഇവിടെ എത്തുന്ന 24 മണിക്കൂർ ഫ്ലൈയിങ് ഉണ്ട്. ഇതിന് മുഴുവൻ പെർമിഷൻ എടുത്തിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന സ്ഥാപനം ഏറ്റെടുത്തിട്ട് അതിനോടുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കാൻ നിരുത്തരവാദപരമായി എന്തൊക്കെയോ വാരി വലിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ കാര്യം ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരാനും അർജന്റീനിയൻ ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കഷ്ടപ്പാട് നമ്മൾ നടത്തും. മാക്സിമം എഫേർട്ട് നമ്മളെടുത്തും. നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇനി അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. പൈസ മേടിച്ചിട്ട് നമ്മൾ കബളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും. മനസ്സിലായോ? 2 കാര്യങ്ങളേ ഉള്ളൂ. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം ഇതുവരെ നടന്നെന്ന് അവരെ അറിയിച്ചിട്ടില്ല. കരാർ കളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. അതുവരെയുള്ള എഫേർട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതുമായി മുന്നോട്ട് പോകും. അങ്ങനെ റിപ്പോർട്ടർ TVനെ കബളിപ്പിച്ചുകൊണ്ടും സർക്കാരിനെയും കബളിപ്പിച്ച് പൈസയും കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ കളിക്കും, ബോംബെയിൽ കളിക്കും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര കളിക്കും എന്നൊക്കെ വെച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിക്കും വേണ്ട. ഇതാണ് ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം. സർക്കാരിൻ്റെ ഒരു നിയമങ്ങളുണ്ട്, പൈസ അടയ്ക്കേണ്ട നിയമങ്ങളുണ്ട്. അതുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പൈസ അടയ്ക്കും. അന്ന് പൈസ അടച്ചിട്ടില്ല എന്ന് തന്നെ അന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ പൈസ അടച്ചിട്ടുണ്ട്. ആ പൈസ എത്രയാണെന്ന് താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം, ഇഷ്ടമില്ലെങ്കിൽ പറയാം. വലിയ എമൗണ്ടാണെന്ന് പറയും. അതൊരു കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കരാർ ലംഘനം നടത്തിയെന്ന് താങ്കൾ പറയുകയും ചെയ്തു. ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് കരാർ ലംഘനം നടത്തി, നിയമപരമായി മുന്നോട്ട് പോകും. ഇപ്പോൾ പറയുന്നത് കരാർ ലംഘനം നടത്തിയെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അല്ല, കരാർ ലംഘനം നടത്തിയെന്ന് അറിയിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ് കഴിയണം. ഡേറ്റ് വരില്ല എന്ന് അവർ പറയണം. നല്ല കരാർ ഒക്ടോബർ നവംബറിലേക്ക് വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഒക്ടോബർ നവംബറിൽ വരില്ല എന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ കരാർ ലംഘനം നടത്തിയെന്ന് പറയാം. സമയവുമില്ലല്ലോ ഇനി. അല്ല, അത് ഇനിയുണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു 10-15 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. 15 ദിവസം മാക്സിമം വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കരാർ ലംഘനമാണെങ്കിൽ നമ്മൾക്ക് പറ്റില്ല. നമുക്ക് 130 കോടി രൂപയ്ക്ക് മേലെ അടച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ പണം അടച്ചതിൻ്റെ അല്ല പ്രശ്നം. ഞാൻ പറയുന്നത് അതിന് നമുക്ക് രേഖകളുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് അയച്ച രേഖകളുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്. അത് അവരുടെ ബാങ്കിലേക്കാണ്. ആ ബാങ്ക് കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ പ്രസിഡന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഈ 150 കോടി രൂപ ചെറിയ പൈസയാണോ? ചെറിയ പൈസയാണോ? അത് ആരെ വിശ്വസിച്ച് അയക്കുന്നത്? ഈ ഒന്നാമത് വിന്നിങ് ചെയ്തൊരു പാർട്ടി കമ്പനീനെ വിശ്വസിച്ചിട്ടും ആ ഒരു ഫുട്ബോൾ അസോസിയേഷൻ വിചാരിച്ചിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയവർ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് ഈ കാര്യം. കേരളത്തിൽ ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കി. ഇന്ത്യയിൽ നിന്നും നല്ല രീതിയിൽ കോൾ അവിടേക്ക് ചെല്ലുന്നുണ്ട്.
ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആകാൻ പറ്റുമോ, ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആകാൻ പറ്റുമോ? ചെറിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്, വലിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുള്ള GCC കൺട്രീസുകളിലുള്ള മെയിൻ സ്പോൺസർഡ് കമ്പനികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇവരെയൊക്കെ ബന്ധപ്പെട്ട് അവരെ വിളിച്ചിട്ട് 100-150 കോടിക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ കേരളത്തെ ഒരു സൈഡ് ലൈൻ ചെയ്തിട്ട് ഈ സംവിധാനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് പറയണ്ടേ, നമുക്കിതിനൊരു ധാരണ വേണം, നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ 2-3 സൈൻ ചെയ്ത് മര്യാദയാണ്, നമുക്കത് അംഗീകരിക്കാം. അവർക്ക് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് തെറ്റൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അവർ കഷ്ടപ്പെട്ട് ജയിച്ച് വന്ന ടീമാണ്, അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കരാറിൽ എങ്ങനെ അല്ലേ? ഇനി വരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പോലും ഒരു എഗ്രിമെൻറ്റ് വെച്ച പാർട്ടി, ഒരു എഗ്രിമെൻറ്റ് വെച്ച പ്രസിഡന്റ് സെക്രട്ടറി നമ്മളോട് വരുമോ ഇല്ലയോ എന്ന് പറയേണ്ട മര്യാദ പോലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കാര്യത്തിനകത്ത്? 10-15 ദിവസമാണ് കരാറുകൾ നടത്തി കഴിഞ്ഞാൽ നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഈ മെസ്സി ടീമിന് വരാൻ കഴിയില്ല. ഈ കരാറിൽ എങ്ങനെ നടത്തിയ ചീറ്റിംഗ് ആണ് ഇത്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറയുന്നത് ഇല്ലെങ്കിലാണ് പറഞ്ഞത്. നമ്മളോട് പണം മേടിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പറയുക, പണം മേടിക്കാൻ വേണ്ടി എഗ്രിമെൻറ്റ് വെക്കുക, പണം മേടിക്കാൻ വേണ്ടി കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് പണം മേടിച്ചതിന് ശേഷം വരില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പക്ഷെ പറയേണ്ട ഡേറ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞുതരാം അവരുടെ മെയിൽ എങ്ങനെയാണെന്നറിയോ? ഞാൻ അവരെ ഫൈനൽ നമുക്ക് ഒഫീഷ്യലി വന്ന മെയിൽ എന്ന് പറയുന്നത്, ഒഫീഷ്യലി വന്നത് ഒഫീഷ്യലി നമ്മൾ പറഞ്ഞെന്താണെന്നറിയോ? ടുഡേ അവർ ട്രഷർ കൺഫേം ദാറ്റ് ദ ഫണ്ട് വെയർ ക്രെഡിറ്റഡ് ആൻഡ് റിസീവ്ഡ് ദ എമൗണ്ട്. പൈസ കിട്ടി എന്ന് പറയുന്നു. വി വിൽ പ്ലാൻ ടു അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ഇൻക്ലൂഡിങ് മിസ്റ്റർ ലിയാൻഡ്രോ ഹൂ യു ആർ ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് യു. നിങ്ങളുമായിട്ട് ലിയാൻഡ്രോ കോൺടാക്ട് ചെയ്യും, നിങ്ങളുമായിട്ട് ഫൈനലൈസ് ചെയ്യും. വി താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നമ്മളോട് പറയാം, നമ്മൾ ഇത്രയും നാൾ ക്ഷമിച്ചതിൻ്റെ പേഷ്യൻസിന് നന്ദി പറയാം. ആൻഡ് ഡിലിജൻസ് ഫോർ ദ പ്രോസസ് അഹെഡ്. മനസ്സിലായോ? നമ്മളോട് അവർ നന്ദി പറയാം. നിങ്ങൾ ഇത്രയും നാൾ ശ്രമിച്ച് നിന്നതിന് നമ്മൾ പറയാം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മളോട് പറയുകയാണ് എന്ത് ഇത് 2026 സെപ്റ്റംബറിൽ വരാം. അതെ, അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ്. ഇന്ത്യയിലെ പണം അയക്കാനുള്ള ലോകളെല്ലാം ക്ലിയർ ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ വിത്ത് പെർമിഷനോട് കൂടിയിട്ട് പണം അയക്കുക, അത്രേ പറ്റുള്ളൂ. പണം നൽകുന്നല്ല, പൂർത്തിയായ ശേഷം നമ്മൾ അവരെ അറിയിക്കുകയും നിങ്ങൾ പണം അയച്ചോ എന്ന് അവർ കൺഫർമേഷൻ തരികയും വേണം. അല്ലല്ല, അങ്ങനെയല്ല. നമ്മളെല്ലാം പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രൊസീജിയറും പൂർത്തീകരിച്ചിരിക്കുക. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്റ്റേഡിയം 45 ദിവസം കൊണ്ട് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്റ്റേഡിയം അവരെ അറിയിച്ചിട്ടുണ്ട്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവരെ അറിയിച്ചിട്ടുണ്ട്. അവരത് എഗ്രി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേഡിയം പറ്റൂല എന്നുള്ള നിലയ്ക്കുണ്ടായിരുന്നു. ഏത് സ്റ്റേഡിയത്തിൽ കളിക്കും എന്നുള്ളത് ചോദിച്ചിരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പ്രശ്നമില്ല. അവരെഗ്രി ചെയ്തിട്ടുണ്ട്, സ്റ്റേഡിയം എഗ്രി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളിക്കുന്നതിന് വേണ്ട അത് സജ്ജീകരണം ഒരുക്കുന്ന ടീമുമായിട്ട് ഏജൻസിയുമായിട്ട് ഡിസ്കസ് ചെയ്യും. അവരുമായിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 45 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്നുള്ള കാര്യം. അത് ഇവർക്ക് കൺസേൺ ഉണ്ട്. അത് ഈ ഫിഫേൻ്റെ കൺസേണോട് കൂടി തന്നെ ഏൽപ്പിച്ച ഏജൻസിയാണ്. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. 5 അഡീഷണൽ ടീമുകളെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഫേനെ. ഇവരുമായിട്ട് മാച്ച് കളിക്കുന്ന അഡീഷണൽ 5 ടീമിനെ അതും ഇവരെ അറിയിച്ചിട്ടുണ്ട്. മനസ്സിലായി? അതും ഇവർ 45 ദിവസത്തിനുള്ളിൽ പറയുകയാണെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ടീമുമായിട്ട്, ഈ ടീമിനും പൈസ കൊടുത്തു, ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യട്ടെ. ഇതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം പറയുകയാണ് ഞാൻ പറയുന്നത് അവരതിന് അവരൊരു കളിയിൽ ഞാൻ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, നമ്മൾ വിചാരിച്ചിരുന്നത് ഇതൊരു വലിയ ലോകകപ്പ് നേടിയ രാജ്യമാണ്, ലോകകപ്പ് നേടിയ കമ്പനിയാണ്, ഇവർ എല്ലാ കാര്യങ്ങളുമായിട്ട് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇവർ എല്ലാ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. വളരെ ലാഘവത്തോടു കൂടിയാണ്. ചൈനയായിട്ട് പോയി ഡിസ്കസ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ ഇടുന്നു, അത് ഇടയ്ക്ക് അങ്ങ് ഇടുന്നു. അത് കഴിഞ്ഞ് അങ്കോളയായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അവിടെ പോകുന്നു, അവിടെ അങ്ങോട്ട് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് സ്പോൺസർമാരുമായിട്ട് സൈൻ ചെയ്യുന്നു, സ്പോൺസർമാർ പൈസ മേടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കും, നിങ്ങൾ ഇട്ടോ പൊടുത്തോ ചെയ്തോ എന്നൊക്കെയാണ് പറയുന്നത്. AFൻ്റെ സാധനം യൂസ് ചെയ്തോ അടുത്ത ദിവസം സെപ്റ്റംബറിൽ 5 ദിവസം നമ്മൾ പൈസ കിട്ടിക്കഴിഞ്ഞ് കൺഫർമേഷൻ കഴിഞ്ഞ്
നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാമെന്ന് പറയുകയും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റും അയച്ചു തരികയാണ്. നിങ്ങൾ അടുത്ത എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു 2026 സെപ്റ്റംബറിലേക്ക്. അതിനകത്ത് പിന്നെ ഏകദേശം 60 കോടി രൂപ കൂടുതലുമാണ്. ഇപ്പോൾ കൊടുത്തതിനേക്കാളും നമ്മൾ ആദ്യത്തെ കളിക്ക് എഗ്രി ചെയ്തതിനേക്കാളും ഒരു 60 കോടി രൂപ കൂട്ടിയിട്ട് ഒരു പുതിയ എഗ്രിമെൻറ്റ് എഴുതി തരികയാണ്. എന്നിട്ട് ഇത് അയച്ചു തന്നിട്ട് ആ ബാക്കി നമ്മൾ അയക്കണം. ഇനി അവർ വരണമെങ്കിൽ ഇവരെന്ത് വിശ്വസിച്ചാൽ പൈസ അയക്കുക? ആരുമായിട്ട് എന്താണ്? എൻ്റെ പൊന്നു സഹോദര, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരു ടീം വന്ന് കളിക്കാൻ തീരുമാനിച്ചാൽ അത് മലപ്പുറം ആയാലും കൊച്ചി ആയാലും കോഴിക്കോടായാലും അവർ എഗ്രി ചെയ്താൽ മതി. ഫിഫ എഗ്രി ചെയ്താൽ മതി. ആ ഫിഫയും AFA എഗ്രി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ രാജ്യത്ത് ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നതിന് ഇത്ര വലിയ ക്രൈറ്റീരിയ ഇല്ല. ആ ടീമുകൾ എഗ്രി ചെയ്താൽ മതി. നിങ്ങൾ 2 കളിക്കുന്ന ടീമുകൾ എഗ്രി ചെയ്താൽ പ്രശ്നം തീർന്നു. അത് നിങ്ങൾ കൊച്ചി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് കൊച്ചിന് കപ്പാസിറ്റി കുറയുന്നുള്ള കപ്പാസിറ്റി കുറഞ്ഞോട്ടെ. തിരുവനന്തപുരത്ത് 60,000-50,000 കപ്പാസിറ്റി ഉള്ളൂ. അത്ര ആൾക്കാർ കണ്ടാൽ മതി. പക്ഷേ ഫാൻ മീറ്റിംഗ് 1 കോടി ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഫാൻ മീറ്റിംഗ് ഞാൻ പ്രസൻറ്റേഷൻ തരാം. ഇപ്പോൾ അപ്പോൾ ഒരിടയ്ക്ക് ഇത് വരില്ല എന്നൊരു അഭിമുഖം വരുന്ന സമയത്ത് അന്ന് അഭിമുഖമായിട്ടാണ് താങ്കൾ അവതരിപ്പിച്ചത്. കായിക വകുപ്പ് മന്ത്രി നേരിട്ട് പറഞ്ഞു, റിപ്പോർട്ടർ ടിവിയുടെ പേരെടുത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ താങ്കൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെയും കായിക പ്രേമികളെയും സർക്കാരിനെയും മെസ്സിയും അർജന്റീനയും ടീമും വരും എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പറ്റിക്കുകയല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ ഏതർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്? എന്തർത്ഥത്തിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അർജന്റീന ടീം വരില്ല എന്ന് ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞോ? അല്ല, രണ്ടും അതെങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? അതിന് മറുപടി പറയാം. നിങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ വരില്ല എന്ന്. ഏതർത്ഥത്തിലാണ് വാർത്ത കൊടുക്കുന്നത്? വരില്ല എന്ന് അവർ കൺഫേം ചെയ്യട്ടെ. മാധ്യമ സൃഷ്ടിയാണ് അതിൽ പറഞ്ഞിട്ടിരിക്കുന്നത്. എന്നെ ആക്രമിക്കുന്നൊന്നുമില്ല. ഞാൻ ഈ സ്ഥാപനം തന്നെ നടത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TVക്കെതിരെയോ നിങ്ങൾക്കെതിരെയോ വാർത്ത കൊടുത്താലോ വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ മാധ്യമ സ്ഥാപനം തന്നെയാണ് നടത്തുന്നത്. കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്ന മാധ്യമ സ്ഥാപനം തന്നെ നടത്തിക്കൊണ്ട ഒരാളാണ്. അതിന് മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാധ്യമ സൃഷ്ടി എന്ന് പറയുന്നില്ല. കേരളത്തിലെ ആരാധകരുണ്ടല്ലോ, അവരിടയ്ക്ക് കൺഫ്യൂഷൻ മാധ്യമങ്ങൾ ഉണ്ടാക്കരുത്. അത്രേ ഉള്ളൂ. റിപ്പോർട്ടർ TVക്കെതിരെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറയാം. ഒന്നും എനിക്ക് സംബന്ധിച്ച് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് കൺഫർമേഷൻ വേണം. എന്തുകൊണ്ട് വരില്ല എന്നുള്ളത് ആകാശത്തു നിന്ന് ഉണ്ടാക്കിയിട്ട് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അവർ വരില്ല എന്ന് എന്നെ അറിയിക്കട്ടെ, സർക്കാരിനെ അറിയിക്കട്ടെ. ഞാൻ തന്നെ വന്ന് നിങ്ങളോട് പറയും, ഇതാ മെസ്സി വരുന്നില്ല, അർജന്റീന ടീം വരുന്നില്ല, ഞങ്ങൾ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണം പോയതല്ലേ, അതിനൊന്നും നോക്കിക്കോളാം. വന്നില്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഐഡിയ ഉണ്ടോ? അല്ല, ഇവർ വരുന്നില്ലെങ്കിൽ ഇവർ കൊണ്ടുവരാൻ ഐഡിയ നിങ്ങളുടെ ഉണ്ടോ? ഞാനുമായിട്ടല്ല, സർക്കാരുമായിട്ടാണ്. ഉണ്ട്. അതെ. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾക്ക് ഇതിന്റെ ഉത്തരവാദിത്വം സംസാരിക്കും. സർക്കാരിനുണ്ട്, സർക്കാരിനില്ലെന്നല്ല പറയുന്നത്. അങ്ങനെ സർക്കാരിന്റെ ഔദ്യോഗിക വൃത്തത്തിൽ ഏറ്റവും മുതിർന്ന ഒരാളെന്ന നിലയിൽ കായിക വകുപ്പ് മന്ത്രി തന്നെയാണ് താങ്കളുടെയും താങ്കളുടെ ചാനലിന്റെ പേര് പറഞ്ഞത്. അപ്പോൾ അതായിക്കോട്ടെ, അതിനെന്താ തെറ്റ്? മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുന്നു എന്ന നിലയിൽ വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടാക്കിയതും താങ്കളുടെ ചാനലുമാണ്. അപ്പോൾ പിന്നെ ഇതിന്റെ സ്വാഭാവികമായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരുമല്ലോ വരാതിരിക്കുമ്പോൾ. അതേസമയം ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലും അത് വരുമെന്ന് കൺഫർമേഷൻ കിട്ടിയോ നിങ്ങൾക്ക്? ആര് പറഞ്ഞു? അല്ല, നിങ്ങളൊരു ഞാൻ പറയുന്നത് ഡൽഹിയിൽ വരും, ബോംബെ. നിങ്ങൾ ഒരു ദിവസം വാർത്ത കൊടുക്കുകയാണ് മെസ്സി ചൈനയിൽ വരും, ഈ വിൻഡോയിൽ ചൈനയിൽ കളിക്കാൻ പോകാന്ന് പറഞ്ഞ ഒരു ദിവസം വാർത്തയാണ്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചു ചൈനയിൽ കളിക്കാൻ വരുമെന്ന്. എവിടെയാണ് ചൈനയിൽ കളിക്കാൻ വന്നത്? കൺഫർമേഷൻ വന്നോ? ഞാൻ പറയുന്നത് കേരളത്തിൽ നമുക്കൊരു വാർത്ത ഉണ്ടാക്കാം, പക്ഷേ ഒരു ഏകദേശ ധാരണയിൽ നമ്മുടെ കയ്യിൽ വേണം. അല്ല, ഗവൺമെൻറ് ഡിസ്കസ് ചെയ്തതും ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റുമായിട്ട് തന്നെയാണ് ഈ ടീമിനെ അപ്രോച്ച് ചെയ്തത്. ആ ടീമിനെ അപ്രോച്ച് ചെയ്യും ഒരു സ്പോൺസറെ അവർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ സ്പോൺസർ പിന്മാറി. അതിന് ശേഷമാണ് റിപ്പോർട്ടർ TV വരുന്നത്. ഒരു സെക്കൻഡ്, അല്ല 1 മിനിറ്റ്. അപ്പോൾ ഈ ഡിസ്കഷനിലെല്ലാം ഈ എഗ്രിമെൻറ്റിൽ 2 ക്ലോസാണ് ഉള്ളത്. കോണ്ടാക്റ്റിംഗ് അഡ്രസ്സ് 2ആണ് വെച്ചിരിക്കുന്നത്. ഒന്ന് റിപ്പോർട്ടർ TVയും ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അപ്പോൾ ഒരു മെയിൽ വന്നാൽ ഞങ്ങൾക്ക് വരും, ഇവർക്കും വരും. എല്ലാ മെയിലും ഞങ്ങൾക്ക് വന്നോണമെന്നില്ല. അവർ CC വെച്ചാൽ ആ മെയിൽ ഞങ്ങൾക്കും വരും, അവർക്കും വരും. കൺഫർമേഷൻ അതിനകത്ത് ക്ലാരിറ്റിയോട് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സർക്കാർ സംസാരിച്ച് ധാരണ ഉണ്ടാകും. പക്ഷെ അവർക്ക് വന്നില്ലെങ്കിൽ ഇപ്പം അർജന്റീന ടീമിനെ ചെയ്യാൻ പറ്റുന്ന എന്താ? അങ്ങനെ പറഞ്ഞില്ല അദ്ദേഹം. ഞാനത് മുഴുവൻ കേട്ടു. നിങ്ങളാണ് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? 2026 ഒക്ടോബർ, 1 മിനിറ്റ്, ഒക്ടോബർ നവംബർ മാസങ്ങളുടെ ഡേറ്റിൻ്റെ അത് കൺഫർമേഷൻ പറയുന്നില്ല.
പക്ഷെ അവർ ചോദിക്കുന്നു 2026 സെപ്റ്റംബറിൽ വരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. 2026 സെപ്റ്റംബറിൽ വരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ 2026 സെപ്റ്റംബർ കഴിയില്ല. കാരണം ലോകകപ്പിന് ശേഷം നമുക്ക് ഈ ടീമിനെ കൊണ്ടൊന്ന് കളിപ്പിക്കാൻ കഴിയില്ല. അവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ കണ്ടില്ല. നിങ്ങൾ എവിടെയും കണ്ടോ? അത് നിങ്ങൾ കണ്ട ആ വൈറ്റ് തന്നെ കാണിച്ചാൽ മതി. അല്ലല്ല, അത് ആ വൈറ്റ് കാണിച്ചാൽ മതി. മന്ത്രി എവിടെയാണ് പറഞ്ഞു? ഞാൻ അദ്ദേഹം എല്ലാ മാധ്യമങ്ങളും കൊടുത്ത് വൈറ്റ് എടുത്ത് കണ്ടു. എവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞോ? പക്ഷേ അവർ പറഞ്ഞ കാര്യം അത് ക്ലാരിറ്റിയോടുകൂടി തന്നെ പറയുന്നത്. 2025 ഒക്ടോബർ നവംബർ ഡേറ്റിലാണ് എഗ്രിമെൻ്റ് ഉള്ളത്. ആ എഗ്രിമെൻറ്റ് പ്രകാരം അവർ വരേണ്ടതാണ്. പക്ഷേ അവർ പറയുന്നത് 2026 സെപ്റ്റംബറിൽ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. 2026 സെപ്റ്റംബർ വരാൻ കഴിയില്ലെന്നേ. അവർ വരേണ്ടത് എന്താ? എഗ്രിമെൻറ്റ് വെച്ച ഡേറ്റിലാണ് വരേണ്ടത്. ഒക്ടോബറിലാണ് വേണ്ടത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അല്ലല്ലോ, ഇന്ത്യയിലെ ഇന്ത്യൻ സ്പോർട്സ് മിനിസ്ട്രി ആയിട്ട് സംസാരിച്ച് അവിടെ പെർമിഷൻ മേടിച്ചിട്ട് അയച്ചേക്കണേ. അതിക്കുള്ള എന്താ ചെയ്യേണ്ടത്? സംസാരിക്കുകയും അത് മാത്രമല്ല അവരുടെ പെർമിഷൻ മേടിച്ച് നമ്മുടെ ഗവൺമെൻറ് ലെറ്ററായിട്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലെറ്ററായിട്ട് നമുക്ക് അതിന് പെർമിഷൻ തന്നിട്ടുണ്ട്. അല്ല, അവരുണ്ടാവും, അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അതിനൊക്കെ അതൊക്കെ ചെയ്യേണ്ടത്, ഫെസിലിറ്റീസ് ഒരുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ്. ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഒരുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ്. അതിന് കേരള സ്പോർട്സ് കൗൺസിൽ ഉണ്ട്, അതിന് കേരള സ്പോർട്സ് മിനിസ്ട്രി ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്. ആ ഗവൺമെൻറ് അതുവഴി മുന്നോട്ട് പോകും. അല്ല, 24 ന്യൂസ് അല്ല, 24 ചെയ്ത പണി എന്താ? അതിന് തലേ ദിവസം ഒരു വാർത്ത കൊടുക്കണം മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ട്. 24 എവിടെ നേട്ടിയേ? അല്ല, കായ് മന്ത്രി പറയുന്നതിന് മുന്നേ കൊടുത്തല്ലോ. അല്ല, നിങ്ങൾ തലേ ദിവസം വന്നിട്ട് മെസ്സി വരില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തിട്ട് ആ വാർത്തയ്ക്ക് എവിടുന്ന് ഡോക്യുമെന്റ് ഉണ്ടായിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുത്തത്? ആ വാർത്തയ്ക്കുള്ള മറുപടി ആ മിനിസ്റ്റർ പറഞ്ഞത് എന്ത്? ഒക്ടോബർ നവംബറിൽ മാസത്തിൽ വരേണ്ടതാണ് എഗ്രിമെന്റ് അവർ വെച്ചിട്ടുള്ളത്. 26 വാക്കിയാനല്ല. നിങ്ങൾ മെസ്സി വരില്ല എന്ന് പറഞ്ഞാൽ ശരി, നിങ്ങളുടെ മുന്നിൽ ഐഡിയ ഉണ്ടോ വേറെ? മെസ്സിനെ കൊണ്ടുവരാൻ അർജന്റീന ഞാൻ പൈസ മുടക്കാം, ഞാൻ റിപ്പോർട്ടർ TV പൈസ കൊടുക്കാം, നിങ്ങൾ മെസ്സിനെ കൊണ്ടുവന്ന് തരുമോ? റിപ്പോർട്ടർ TV പൈസ മുടക്കാം, മെസ്സിനെ കൊണ്ടു തരുമോ? ലോകകപ്പിന് കൊണ്ടു തന്നാൽ മതി, ഇവിടെ കളി അറേഞ്ച് തന്നാൽ മതി, ബുദ്ധിമുട്ടില്ല എന്ന് ചെയ്തു തന്നാൽ മതി. ആ പൈസ റിപ്പോർട്ടർ TV മുടക്കാം, ആ പറഞ്ഞാൽ മതി, എത്ര പൈസ മുടക്കണ്ടേ മുടക്കാം, കൊണ്ടു തന്നാൽ മതി. ആ വെറുതെ നമ്മൾ വരില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? വരാൻ വേണ്ടി ശ്രമിക്കുന്നേ, നിങ്ങൾ ഈ പിന്നെന്താണ് വരില്ല എന്ന് കൊടുക്കുന്നതാണ് അവർക്ക് തൻ്റെ ഇട കൂടുതൽ. എന്താ പറയുക, നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്താൻ പറ്റില്ലോ. എന്നിട്ട് ഇപ്പം 150 കോടിയാണ് ചോദിക്കുന്നത്, 200 കോടി 250 കോടി ചോദിക്കാം. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ എഗ്രിമെന്റ് അയച്ചു എന്നിട്ട് അടുത്ത 60 കോടി കൂടെ കൂട്ടി ചോദിക്കുകയാണ്. എന്നിട്ട് ആ പൈസ കൂടെ ഞാൻ കൊടുക്കണം. എന്ത് വിശ്വസിച്ച് കൊടുക്കുക? നിങ്ങൾ ഈ മന്ത്രി എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മന്ത്രി പറഞ്ഞ് വിശ്വസിച്ചോ, ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? കാരണം എന്താ അറിയോ, ഞങ്ങൾക്ക് രണ്ട് പറയുന്നത്, നിങ്ങളാണ് വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ രണ്ടും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും കാണുന്നോട് സംസാരിക്കും. ഫിസിക്കൽ മീറ്റിങ്ങിന് ശ്രമം നടത്തുന്നുണ്ട്. ഇനി ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇനി ഒരു കോംപ്രമൈസ് ഡിസ്കഷൻ വേണമെങ്കിൽ ഫിസിക്കൽ മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചിട്ടുണ്ട്. 5 അജണ്ട അയച്ചു കൊടുത്തിട്ടുണ്ട്. നടത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പൈസ അയച്ചു കൊടുത്തത്. നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അഴിമതിക്കുണ്ട്. അതിപ്പോൾ അന്ധമായിട്ടില്ലെന്നേ, ഒരു AFAനെ വിശ്വസിക്കുന്നത്, ഫിഫേനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്, മെസ്സിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല എന്ന് ശ്രമിക്കാത്തൊരു കാരണം എന്താണെന്നറിയോ? അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത്. പക്ഷേ ഫിഫേനെ വിശ്വസിക്കാം. ഫിഫ വിൻഡോ വിറ്റാൽ അവർക്കതിന് ഫൈൻ അടിക്കാനും അതിനെതിരെ നടപടി സ്വീകരിക്കാനും ആർക്ക് അധികാരമുണ്ട്? ഫിഫയ്ക്ക് അധികാരമുണ്ട്. ഫിഫ വിൻഡോ ചീറ്റിങ്ങിലൂടെ പണം നേടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇവർ അധിക സ്ഥലത്ത് പോയിട്ട് ഫിഫ വിൻഡോ വിൽക്കുന്നില്ല. മനസ്സിലായോ? കാരണം എന്താ? അവിടെ കളിച്ചിട്ടുണ്ടാവണം. ആ കളിക്കണമെങ്കിൽ ഫിഫയ്ക്ക് ധാരണയുണ്ട് കറക്റ്റായിട്ട്, ഫിഫ എങ്ങനെ കൈകാര്യം ചെയ്യും എന്താണ്. അതിനാണ് ഫിഫയ്ക്ക് കംപ്ലൈൻറ്റിങ് അതോറിറ്റി ഉണ്ട്. നമുക്ക് ഏഷ്യയിൽ ഒരാളുണ്ട്, ഒരു തമിഴ് വംശജനാണ്, ഒരു സുബ്രഹ്മണ്യം, എവിടെ? മലേഷ്യയിൽ. അദ്ദേഹമാണ് ഫിഫേൻ്റെ വൈസ് ചെയർമാൻ. കംപ്ലൈൻറ്റ് അദ്ദേഹത്താണ് കൊടുക്കേണ്ടത്. അദ്ദേഹമാണ് അത് നോക്കേണ്ടി വരിക. നമ്മൾ മൂവ് ചെയ്യും.
അതാണ് ഞാൻ പറയുന്നത്. റിപ്പോർട്ടർ ടീമിൻ്റെ പണം നഷ്ടപ്പെടുന്നില്ല. പക്ഷേ എന്താ അറിയോ, ഈ ലോസ് ഇല്ലേ, ഇത് നഷ്ടപ്പെടാൻ ഇതൊരു ചെറിയ ലോസ് അല്ല. ഈ ലോസ് നമുക്ക് ഈ ലോസ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പണിയും നോക്കും. മനസ്സിലായോ? അഡ്വാൻസ് അല്ല, 130 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്രേക്ഷകൻ ഉൾപ്പെടെ എനിക്ക് മെസ്സിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. മാധ്യമപ്രവർത്തകർ, നിങ്ങൾ ഈ ചാനലുകളുടെ യുദ്ധത്തിൽ മെസ്സി വരൂല, ചാനലുകളുടെ റേറ്റിംഗ് യുദ്ധമാണ്. അല്ല അത് അല്ല അതിന് ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് പോയിട്ട് എഗ്രിമെൻറ്റ് വെക്കാലോ. ഏഷ്യനെറ്റും മനോരമയും മാതൃഭൂമിയും മീഡിയ വണ്ണും ഒക്കെ പോയിട്ട് മെസ്സിയായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ട് കൊണ്ടുവന്നോളൂ. ആരെ തടയുന്നതെന്ന് മന്ത്രി ഒരു വാക്ക് പറയുന്നു, ഒരു വർഷത്തിൽ വന്നു, ആൻഡ്രൂ സാർ ഒരു വാക്ക് പറയുന്നു, നിങ്ങൾ സംയുക്തമായിട്ട് വാർത്താ സമ്മേളനം നടത്താം. അല്ല എന്തിനാ സാറേ ഞാൻ ചോദിക്കുന്നത്, മെസ്സി വരുമോ ഇല്ലയോ എന്ന് കൺഫർമേഷൻ വരട്ടെ ഫസ്റ്റ്. അതിനുശേഷം ക്ലാരിറ്റിയോടുകൂടി പറയുന്നേ എന്ത് നടപടി സ്വീകരിക്കുന്നു. രണ്ടുപേരല്ല, എൻ്റെ കാര്യം എനിക്ക് പറയാം, സർക്കാരിൻ്റെ കാര്യം സർക്കാർ പറയായിരിക്കും. ആര് സമാഹരിച്ചു? വെറുതെ ഇത് പറയരുത്. ഇത് എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ കമ്പനി അയച്ചത്. എവിടെ സമാഹരിച്ചു? ആര് സമാഹരിച്ചു? നിങ്ങളൊരു പൈസ തന്നോ? ഒരു രൂപ കളക്ട് ചെയ്തിട്ടില്ല. 1 രൂപ എൻ്റെ കമ്പനി എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ എടുത്തിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടിക്കറ്റ് പറ്റിയിട്ടില്ല, ഒരു പ്രോപ്പർ ഇല്ല. ഇവിടെ മെസ്സി വരുമെന്ന് പറയാം. അർജന്റീന ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ നോക്കുമായിരുന്നു, ഡൽഹിയിൽ മെസ്സി വരുന്ന ആൾക്കാർ 10 ലക്ഷം വെച്ച് ടിക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായോ? 1 രൂപ കളക്ട് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ശേഷിയാണ്. പൈസ പോയ ഒരുത്തന്നെ പൈസ പോകില്ല, നമ്മുടെ തന്നെ പൈസ പോകുള്ളൂ. അത് ഉത്തരബോധ്യം എനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ചാനലുകാർ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ പൈസ പോകുന്നതിന് വെച്ചിട്ട്. മനസ്സിലായോ? നഷ്ടപ്പെട്ടാൽ നമ്മൾ കൈകാര്യം ചെയ്തോളാം. അത് ഏഷ്യനെറ്റ് മനോരമ 24 ഒന്നും കൂടെ മേടിച്ച് തരണ്ട. ഇവിടുത്തെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അർജന്റീന വരുമോ ഇല്ലയോ എന്നുള്ളത്. അതിലെന്തായിരിക്കും സാർ അവസാനമായിട്ട് നമുക്കൊന്ന് പറയാൻ വേണ്ടി? അതായത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി അർജന്റീന വരുമോ ഇല്ലയോ എന്നുള്ളത് അതിലൊരു ഒരു കാര്യം ഞാൻ പറയാം, പൈസ കിട്ടിയതിന് ശേഷം മെസ്സി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ റിപ്പോർട്ടർ ടിവിനെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയോ അല്ല ചീറ്റ് ചെയ്യുന്നത്. ഇവരെ വിശ്വസിച്ച് ഇവർക്ക് ജയ് വിളിച്ച ആരാധകരെയാണ് ചീറ്റ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ആരാധകർ അത്രേ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. പണം കൊടുത്തിട്ട് മെസ്സി വരുന്നില്ലെങ്കിനെ പറഞ്ഞത്, പണം കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ ശരിയാണ്. പണം അവരുടെ കയ്യിൽ കിട്ടി റിസീവ് ചെയ്തു നമ്മളെ അറിയിച്ചതിന് ശേഷം വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരാണ്. അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് ഏത് എൻഡ് വരെയും പോകുന്ന വിധത്തിൽ നമ്മൾ നോക്കും. മനസ്സിലായി? അവരുടെ ക്രെഡിബിലിറ്റിയാണല്ലോ നഷ്ടപ്പെടുന്നത്. നമ്മൾ മെസ്സിനെ മാത്രമല്ലല്ലോ, അവരുടെ ആരാധകർ ജയ് വിളിച്ചെന്തിനാ? ഇന്ത്യയിൽ എങ്ങനെ ഒരു ആരാധന ബന്ധമുണ്ട്? ഇവരൊരു വിശ്വസിക്കാൻ പറ്റിയ ടീമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആരാധനയ്ക്കാണ്. അത് നമ്മളടക്കം ഇത്ര റിസ്ക് എടുത്തതിനാ? നമ്മളടക്കം ഇത്ര റിസ്ക് എടുത്തത് ഇവരോടുള്ള ആരാധന കൂത്തിട്ടാണ്, ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇവർ ഇനിയും മുന്നോട്ട് വരണമെന്നും ഇതൊരു ചെറിയ 2 എയർപോർട്ട് മാത്രമുള്ള ഒരു കുഞ്ഞു രാജ്യമാണെന്നേ. മനസ്സിലായോ? ഈ രാജ്യത്ത് നമ്മൾ പറയുന്ന പോലെ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യമൊന്നുമല്ല, ചെറിയ രാജ്യമാണ്. 2 എയർപോർട്ടേ അവിടെ ആകെയുള്ളൂ. അതുപോലെയുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഇവർ ഇത്രയധികം ഫൈറ്റ് ചെയ്ത ഒരു ലോകകപ്പ് നേടിയെടുത്ത ടീമുണ്ടെങ്കിൽ ഇവരോടുള്ള ആരാധന കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ നിൽക്കുന്നത്. ഇവിടെ ഞാൻ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ആരാധകർ ഇവരുള്ള വിശ്വാസം കൊണ്ട് ഇതല്ലേ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് നഷ്ടപ്പെടുന്ന ചെറിയ കാര്യമല്ലല്ലോ. ഒന്ന് അത് അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിൽ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ AFIൻ്റെ അക്കൗണ്ട് RBIൻ്റെ പെർമിഷൻ അതെ RBIൻ്റെ വിത്ത് പെർമിഷനോട് കൂടി അയച്ച ജൂൺ 6-ാം തീയതി. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇതുവരെയുള്ള ഡോക്യുമെന്റ്സ് അതൊരു സുതാര്യതയുടെ പുറത്ത് അല്ല അതിനൊത്തിരി അല്ല തരാം, എനിക്ക് തരുന്നൊരു തെറ്റില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റേജ് വിട്ടുപോയാൽ തരും. എൻ്റെ കയ്യിൽ മുഴുവൻ ഡോക്യുമെൻ്റും ഉണ്ട്. ജനങ്ങളുടെ സമക്ഷം വെക്കും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു NDA ക്ലോസ് ഉണ്ട്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ട് ഇവരുമായിട്ട്. നമ്മളൊരു ഡോക്യുമെൻറ്റ് പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ട് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ട്. എൻ്റെ കയ്യിലില്ലാത്ത, എനിക്കിത് പുറത്ത് വിടാത്തൊരു വിഷമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് വിടാൻ പറ്റുവാണെങ്കിൽ ഞാൻ എല്ലാം കൂടി എടുത്ത് പുറത്ത് വിട്ടേരെ. എന്ത് വിടാൻ പറ്റാത്തൊരു കാരണം ഇവർ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ട്. അത് വേറൊരു വയലേഷൻ ആവും. ആ വയലേഷൻ ഉള്ളതുകൊണ്ട് മാത്രമേ ഡോക്യുമെൻ്റ് എടുത്ത് പറയാത്തത്. പക്ഷേ ഞാൻ വായിച്ചേപ്പിച്ചുകൊണ്ടാണ് ഇന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റ് പുറത്ത് വന്നാൽ ആ പുറത്ത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ്, NDA സൈൻ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ വിട്ടുണ്ടാവും. ഒറ്റത്താണ് 6-ാം തീയതി 6/6/2025. അല്ല ഫാൻ മീറ്റിംഗ് ഞാനൊരു പ്രസൻറ്റേഷൻ കാണിക്കാം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ 1 കോടി എവിടെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നേരെയൊന്നും വരില്ല. അതുകൊണ്ടാണ് അതെ അല്ലാതെ അതിനകത്ത് കറക്റ്റ് ധാരണയുണ്ട്. അതിൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പണം ആവശ്യപ്പെടുക എന്നുള്ള അവരുടെ ലക്ഷ്യമാണ്. പക്ഷേ എഗ്രിമെൻറ്റിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെ
കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ചെയ്യണം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിമിഷപ്രിയനെ ഇറക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു. നമുക്ക് എത്ര ദിവസം എടുത്തു കൊടുത്തു പൈസ അയക്കാൻ വേണ്ടിയിട്ട്? $40,000 ഉണ്ടായിരുന്നുള്ളൂ. അത്ര പൈസ അയക്കാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടുത്തെ RBIൻ്റെ പെർമിഷൻ എടുത്ത് വളരെ സമയം എടുത്തിട്ട് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് വേറെ രാജ്യത്തേക്ക് അവിടെ പെർമിഷൻ പറ്റില്ല. ആ ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി വരെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാങ്ക് നമ്മളല്ല, ബാങ്ക് തന്നെ ആ ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യും, ഏത് ബാങ്കിലേക്ക് അക്കൗണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സെർച്ച് റിപ്പോർട്ട് എടുക്കും. ആ റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ അയക്കാൻ പറ്റുള്ളൂ എന്നേ. നമുക്ക് ഈ പറയുന്നതിൽ ഒരു മണിക്കൂർ കൊണ്ട് അറിയാം. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയാം. അതുകൊണ്ടാണ് ഇവർ പെർമിഷൻ തരുന്നത്. RBI പൈസ അയച്ചോളാൻ പറഞ്ഞ് പെർമിഷൻ തരുന്നതിനാ? അയക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ അയച്ചോളാൻ പറഞ്ഞാൽ പോരെ തരുന്നത്. സ്പോർട്സ് ഫിനാൻസ് മിനിസ്ട്രി പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പെർമിഷൻ വേണ്ടതുകൊണ്ടാണ്. അത് കിട്ടിയിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് പൈസ കിട്ടിയില്ല എന്നുള്ളൊരു ഡിസ്പ്യൂട്ട് ഇവിടെ ഇല്ല. പൈസ അയക്കുകയും ചെയ്തു, അവർ കിട്ടിയെന്നും പറഞ്ഞു. അത് റിസീവ് ചെയ്തിട്ട് ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് കിട്ടി, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളത് വരെ ക്ലിയറാണ്. അതിനകത്ത് എനിക്ക് ഡിസ്പ്യൂട്ടില്ല, അവർക്കും ഡിസ്പ്യൂട്ടില്ല, ആർക്കും ഡിസ്പ്യൂട്ടില്ല. പക്ഷേ ഈ ഡേറ്റ് അടുത്ത വർഷം 2026 സെപ്റ്റംബറിൽ വേണോ എന്ന് ചോദിച്ചാൽ 2026 സെപ്റ്റംബർ ലോക്കപ്പിന് ശേഷം എനിക്ക് ഡേറ്റ് വേണ്ട. അതുണ്ടെങ്കിൽ അന്നേരം നമുക്കൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഇവർ 2026 ജയിച്ച് വരികയാണെങ്കിൽ അന്നേരം എഗ്രിമെൻറ്റ് വെച്ച് പൈസ അയച്ച് നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. പക്ഷേ 2026 വേണ്ടി 1 വർഷം മുന്നേ 1.5 വർഷം മുന്നേ പൈസ അയച്ചിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മളത് എഗ്രി ചെയ്തുള്ള പ്രശ്നം എന്താ അറിയോ? ഇവിടെ വന്ന് ഈ പൈസ മുഴുവൻ കളക്ട് ചെയ്തിട്ട് പോകും. ഇവർ മുംബൈയിലും ഡൽഹിയിലൊക്കെ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. നമുക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് നമുക്ക് സംബന്ധിച്ചില്ല. അത് വരട്ടെ, അന്നേരം ആലോചിക്കാം. നമ്മൾ എംബസിനോട്, നമ്മൾ ഇന്ത്യയിൽ അർജന്റീനയിലുള്ള ഇന്ത്യൻ എംബസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലുള്ള അർജന്റീന എംബസിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നീക്കുമായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന ആരെയാണ്? കേരളത്തെയും ഇന്ത്യയെയും, ഇന്ത്യ ഗവൺമെൻറ്റിനെയും എൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ്. അതിനപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ചോളം അർജന്റീനേൻ്റെ പ്രസിഡന്റ് വലിയ ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനെ വിശ്വസിക്കാറില്ല. എൻ്റെ പൈസയെ കുറിച്ചിട്ട് നിങ്ങൾ ബോധേഡാവണ്ടെന്നേ. ഞാനത് കൊടുത്തിട്ടുണ്ട്, ഞാൻ മേടിച്ചോളാം. അല്ല, വേണ്ടി വരുമായിരിക്കും. അതിന് ഞാൻ പറയുന്നത് അത് ലീഗൽ ഫോർമാറ്റ് അല്ലേ, അതിലേക്ക് വരട്ടെ. ഞാൻ പറയുന്നത് എനിക്ക് പണം എഗ്രിമെൻറ്റ് വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ നിയമ നടപടി സ്വീകരിക്കും. പക്ഷെ അത് വയലേഷൻ ഉണ്ടായതും ആ തീരുമാനമാവട്ടെ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറയും സെപ്റ്റംബറിന് ശേഷമാണ് ലോൺ എഗ്രി ചെയ്തിട്ടുണ്ടാവും. 2020 നമ്മളെ സംബന്ധിച്ച് സഭ ഇലക്ഷൻ ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇപ്പോൾ അനൗൺസ് ചെയ്താൽ അന്നേരം നമുക്ക് ലോകകപ്പ് കളി നടത്തുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ആ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം നടത്താൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന് മുൻപ് ഇപ്പോൾ ഒരു പാലം കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പാലം നിർത്തി വെക്കാൻ പറ്റുമല്ലോ, അത് നടത്തും. ഇപ്പം നമ്മൾ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ അത് മുന്നോട്ട് പോയിട്ട് അവസാനം എപ്പോഴാണോ കളി തീരുന്നത് ആ കളി വരുന്ന ദിവസം, അതിപ്പം ഞാൻ പറയുന്നത് ഇലക്ഷൻ്റെ 2 ദിവസം മുന്നേ ആണെങ്കിൽ ഞാൻ എഗ്രി ചെയ്യും. പക്ഷേ എന്താണ്, ഒറ്റ കാര്യമുള്ളൂ, അത് ലോകകപ്പിന് മുൻപായിരിക്കണം. ലോകകപ്പിന് മുൻപുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റ വിൻഡോയേ ഉള്ളൂ, മാർച്ച് മാത്രം. ആ വിൻഡോ എന്ന് പറയുന്ന സാധനം ഇവർക്ക് തന്നെ അറിയാം. ഞാൻ ഫിഫയായിട്ട് അറിയാവുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ വിൻഡോ ഇന്ത്യക്ക് തരാൻ കഴിയില്ല. കാരണം അത് പുറത്തേക്ക് അവർക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വിൻഡോ എന്ന് പറയുന്നത് ഈ ഒക്ടോബറിലാണ്. ഇനി നിങ്ങൾ പറയുന്ന പോലെ മെസ്സിനെ കൊണ്ടുവരൽ മാത്രമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് അടുത്ത വർഷം 2026 സെപ്റ്റംബറിൽ സൈൻ ചെയ്താൽ മതി. പക്ഷെ അത് എല്ലാവരും എഗ്രി ചെയ്യണം, സർക്കാർ എഗ്രി ചെയ്യണം, ഞാൻ എഗ്രി ചെയ്യണം, ഇവിടുത്തെ ആരാധകർ എഗ്രി ചെയ്യണം. അടുത്ത ലോകകപ്പിന് മെസ്സി ഇവിടെ വരും എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ജയ് വിളിക്കണമെന്ന് തീരുമാനിച്ചാൽ എല്ലാവരും കൂടെ പറയുകയാണ്, സാർ ഇനി നിങ്ങൾ പറയുക 2026 സെപ്റ്റംബറിൽ നിങ്ങൾ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞാൽ അന്നേരം ആലോചിക്കാം. അതൊരു വേറെ തോട്ടാണ്, വേറെ കാര്യമാണ്. പക്ഷേ ഞാനിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്ത് ചെയ്യണം, ഇവരെന്നോട് മേടിച്ച പൈസ ഈ എഗ്രിമെൻറ്റ് വേണം തിരിച്ചു തരണം. തിരിച്ചു തന്നിട്ട് പുതിയ എഗ്രിമെൻറ്റ് പകരം പുതിയ ട്രാൻസാക്ഷൻ നടക്കണം, പുതിയ എഗ്രിമെൻറ്റ് നടക്കണം. എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ 5 ടീമിനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 5 ടീമിനെയാണ് ഇവർക്ക് അറിയേണ്ടത്. അവർ 5 ടീമിനെ ഏത് അല്ല ഞാൻ പറയുന്നത് നമ്മൾ ആ സെക്കൻഡ് ടീമുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ഡിസ്കഷൻ നടത്തിയതിന് ശേഷം 5 ടീമിൻ്റെ ലിസ്റ്റ് അല്ല തീരുമാനമായി, ഞങ്ങൾ തീരുമാനമാക്കി വെച്ചു. അത് ആരിന് ട്രാൻസ്ഫർ ചെയ്യണം? അതെ അതെ അതെ. അതെ, ഞാൻ ഈ ടൂറൊന്നും ഇല്ലാത്ത ഇവർക്ക് വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടുള്ള ടീമുകളുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കഷൻ നടത്തിയിട്ട് ഞങ്ങൾ AFAനെ അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ചതിന് ശേഷം അതിൻ്റെ കൺഫർമേഷൻ തരേണ്ട ആരാ? AFA ആണ്. ഈ ടീമുമായിട്ട് ഞങ്ങൾ റെഡിയാണ്. അതിന് ശേഷം മാത്രമേ അവരുടെ എഗ്രിമെൻ്റ് ഉള്ളൂ.
അല്ല, ഞാൻ പറയുന്നത് അത് അർജന്റീന ടീമുമായിട്ട് ബന്ധപ്പെട്ട AFA മറ്റേ ടീമുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഗ്രിമെൻറ്റിലുള്ള ക്ലോസ് പ്രകാരം നമ്മൾ ഇവരെ അറിയിക്കണം, ഇന്ന ടീമുമായിട്ടാണ് കളിക്കുന്നത്. അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ ഈ ടീമുമായിട്ട് ഇപ്പം മൊറോക്കോ ആയിട്ട് കളിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളൊരു ടീം മൊറോക്കോയോട് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൊറോക്കോ ആയിട്ട് ഞങ്ങൾ കളിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അവർ ഡിസ്കസ് ചെയ്ത് അവർ തീരുമാനമാക്കും. കാരണം ഇവരെ പോലെ ബുദ്ധിമുട്ടില്ല. കാരണം അവരെത്രയല്ല ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമല്ല. മനസ്സിലായോ? താഴേക്കുള്ള ടീമുകൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്നെ ഫിഫ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ടീമിന് മാത്രമല്ല വിൻഡോ ഓപ്പൺ ചെയ്യുക, അവർക്ക് അനുസരിച്ച് കളിക്കാനുള്ള ടീമുകളുടെ കൂടെ വിൻഡോ ഓപ്പൺ ചെയ്യും. ആ വിൻഡോകൾ എടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡേറ്റിൽ വേറെ വിൻഡോ ആർക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് പറയുന്നില്ല. നിങ്ങൾ അതിലേക്ക് പോയിട്ട് ഇനി അതുകൂടെ കൊളാക്കി വെക്കണ്ട. ഇപ്പം മെസ്സിനെ മാത്രമല്ല ആക്കിയിട്ടുള്ളൂ, അവിടെ നിൽക്കട്ടെ. ഏത് നോക്കട്ടെ, കൺഫർമേഷൻ വരട്ടെ. അല്ല, ഇതിന്റെ കൺഫർമേഷൻ വന്നോട്ടെ. അല്ല, 15 ഞാൻ പറഞ്ഞത് കൺഫർമേഷൻ വന്നില്ലെങ്കിൽ, ഇപ്പോൾ ഒക്ടോബറിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുമല്ലോ, വന്നിട്ടില്ല എന്ന് അത് കിട്ടുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കാം. അതിനിപ്പോൾ ഏത് അല്ല, ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വിൻഡോ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ടീമിന് അങ്ങനെ പറയുന്നുണ്ട്. അതിന് കൺഫർമേഷൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അർജന്റീനയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഡേറ്റിൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് തരണം എന്നൊരു റിക്വസ്റ്റ് ഒക്കെ നടത്താം. ആരോട്? ഫിഫേനോട്. അങ്ങനെയൊക്കെ റിക്വസ്റ്റ് നടത്താനുള്ള സംവിധാനം ഉണ്ടോ എന്നുള്ള കാര്യം അവർ ആലോചിക്കുകയായിരിക്കും. അങ്ങനെ ആലോചിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, ലോകകപ്പിന് മുൻപ് വരണം. വിൻഡോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു ലോകകപ്പ് ആവശ്യമില്ല, ഒരു വിൻഡോയും ആവശ്യമില്ല. നിങ്ങൾ ഈ വിൻഡോയും ലോകകപ്പും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഞാനിപ്പോൾ ചെന്ന് പറയുകയാണ്, ഞാനിപ്പോൾ ഡൽഹി സൈൻ ചെയ്യുന്നുണ്ടല്ലോ, ആ കൂടെ ചെന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ കേരളത്തിൽ കൂടെ ഒന്ന് വരണേ, ഞാനൊരു 10 കോടി വന്നേക്കാം എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് വരും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടല്ലല്ലോ ഇത്രയധികം കഷ്ടപ്പെടുത്തിയത്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടല്ല. ഇത് ഫുട്ബോൾ ടീമിനെ AFAയുമായി ബന്ധ അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമുകളെ 2 ടീമിനെ ഇന്ത്യ കൊണ്ടുവരികയും കേരളത്തിൽ കൊണ്ടുവരികയും വലിയ ലോകകപ്പ് നടക്കുന്ന പോലെ ഒരു മത്സരം കേരളത്തിൽ നടത്താൻ പ്രാപ്തിയുണ്ടെന്ന് കേരള ജനതയെ ലോകത്തെയും കാണിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവിടെ കഷ്ടപ്പെടുന്നത്. അല്ലെ മെസ്സിനെ കൂട്ടിയിട്ട് വന്നൊരു 2 ഇപ്പം നമ്മുടെ ബോബി മറ്റേ മറഡോണനെ കൊണ്ടുവന്നില്ല കേരളത്തിൽ, അതുപോലെ കൊണ്ടുവരാനാണ് ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. മെസ്സിനെയും കൊണ്ടുവരാം, നിങ്ങൾ പറയുന്നത് 7 ടീമിനെയും കൊണ്ടുവരാം. അതിന് ഏജൻസിയും അതിന് ഇൻ്റർനാഷണൽ ഏജൻസികളുണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവർക്ക് പൈസ അടച്ചാൽ അവർ കൊണ്ടുവന്ന് നിങ്ങൾ എത്ര മീറ്റിംഗ് 7 ദിവസം വേണ്ടി 7 ദിവസം എന്ത് വേണമെങ്കിൽ ചെയ്ത് തരാൻ റെഡിയാണ്. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ വരില്ല എന്നാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വരില്ല എന്ന് കാണിച്ചോളൂ, നമ്മളെ ഒന്നും പറയാനില്ല. എത്ര അല്ല, ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ പോയാലും ഈ ഇവൻ്റ് 2 ടീം വന്ന് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 450-500 കോടി രൂപയ്ക്ക് വില മുടക്കാണ്. 500 കോടി രൂപയ്ക്ക് വില മുടക്കാണ്. ആ 500 കോടി രൂപയ്ക്ക് മുടക്ക് എന്ന് പറയുന്ന റിസ്ക് ഇവിടെ ഒരാൾ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ റിസ്ക് എടുത്ത് നിങ്ങൾ അഭിനന്ദിക്കുന്നതിന് പകരം ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ച നമ്മളോടുത്ത് അയ്യോ നിങ്ങളെന്തോ അപരാധം ചെയ്തു എന്നുള്ള നിലയ്ക്ക് പറയുന്നത് അത് തന്നെയാണ് മര്യാദകേട്. മനസ്സിലായോ? അതാരെയും പിരിച്ചിട്ടല്ല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിന് വേണ്ടിയിട്ടും ഇന്ത്യക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ ഫാൻ മീറ്റിംഗ് അർജന്റീനയുടെ ഫാൻസിന് വേണ്ടിയിട്ട് വന്നുള്ള ബോധ്യം നിങ്ങൾക്കും കൂടെ വേണം. മനസ്സിലായോ? അല്ലാതെ നമ്മളെന്തല്ല പിന്നെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, പൈസ ഉണ്ടാക്കലായിരുന്നു ലക്ഷ്യമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മെസ്സിനെ മാത്രം കൊണ്ടുവന്നാൽ മതിയെന്ന്. മനസ്സിലായി? അതങ്ങനെയല്ലല്ലോ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത്ര രീതിയിൽ ഇതിനെ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ആ രീതിയിൽ അതിനെ കൺസീവ് ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? എന്താണ്? നിങ്ങൾ സിമ്പിളായിട്ട് 2 വരിയിൽ അവസാനിക്കും. മെസ്സി വരുമോ ഇല്ലയോ? ഞാൻ ഉദ്ദേശിച്ച മെസ്സി അല്ല, നിങ്ങൾ മെസ്സിനെ തന്നെ മാറ്റി വെച്ചോളൂ. ഞാൻ ചെയ്യുന്നത് AFA ടീമാണ്. 2020 കഴിഞ്ഞ വർഷത്തെ ലോകകപ്പ് വിജയിച്ച ടീം. ആ ടീം ഇന്ത്യയിൽ വന്ന് കളിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മെസ്സിനെ കൊണ്ടുവരൽ മാത്രമല്ല. മെസ്സി എന്ന് പറഞ്ഞിട്ട് അതിൽ കഷ്ടപ്പെടണ്ട. മെസ്സി ഇൻക്ലൂഡഡാണ്. പക്ഷേ ഈ ടീമിൽ ഇൻക്ലൂഡിങ് 4 കളിക്കാരുടെ പേര് എഗ്രിമെൻറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ന ടീം അവരുടെ കൺസേൺ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ കൺസേൺ അടക്കം ഇന്ത്യയിലേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ ഡൽഹിയിലും ബോംബെയിലൊന്നും വരാൻ പോകുന്നില്ല, ഇവിടെ വരുന്നില്ലെങ്കിൽ. അതിന് എന്താണെന്ന് ഇന്ന് നടപടി സ്വീകരിക്കേണ്ടതെന്ന് സ്വീകരിക്കും. അങ്ങനെ ഡേറ്റ് ഒന്നും ഇല്ല. അല്ല, ഇവിടുത്തെ പ്രൊസീജിയർ തീർന്നിട്ട് അയക്കുക എന്നുള്ളതാണ് രീതിയിൽ. അതുകൊണ്ടാണ് ഇവർ എഗ്രി ചെയ്തത്. അത് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഡേറ്റ് തെറ്റിയിട്ടാണ് പണം അയച്ചെങ്കിൽ ഇവർ റിസീവ് ചെയ്തൊന്നും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാന്ന് പറഞ്ഞാൽ മെയിലേക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലല്ലോ. അത് മാത്രമല്ല, താങ്ക് യു, നിങ്ങളുടെ പേഷ്യൻസ് നന്ദി നമ്മളോട് പറയാണ്. മനസ്സിലായോ? അല്ല, ഇപ്പോഴും ഡിസ്കഷൻ നടത്തണ്ടല്ലോ. ഇപ്പോഴും ആ വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്ന ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് കളിക്കാൻ പറ്റൂലേ? നിങ്ങൾക്ക് ഒക്ടോബറിൽ എവിടെയാണ് കളിക്കുന്നത് പറയാൻ പറ്റുമോ?
അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒക്ടോബറിൽ എവിടെയാണ് കളിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? 2 വിൻഡോ ഉണ്ട്. പറ, ഞാൻ കേൾക്കട്ടെ. ആരെങ്കിലും പറ. അറിയില്ല. ആ വിൻഡോ അവർ അനൗൺസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതിനർത്ഥം എന്താ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മളോട് വിലവേശിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന്. ഈ എഗ്രിമെന്റ് നിൽക്കുകയാണ്, എന്നോട് വിലവേശിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിലാവും നമ്മളോട് പറയുന്നത്. ഏത് അതുകൊണ്ട് വേണമെങ്കിൽ ഇത് സൈൻ ചെയ്തോ, ഒരു 50 കോടി കൂടെ കൂട്ടി കൊടുത്തിട്ട്. ഉണ്ട്. അത് എഗ്രിമെന്റ് പുതിയ 2026 സെപ്റ്റംബറിലേക്ക് പുതിയ എഗ്രിമെന്റ് അയച്ചേക്കുന്നത് കൂടുതൽ പണം 60 കോടി കൂടെ അഡീഷണൽ ആവശ്യപ്പെട്ടുള്ള പൈസയും കൂടെ കൂടിയിട്ടാണ്. 5 മില്യൺ കൂടെ കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള എഗ്രിമെന്റ് ആണ്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ പിന്നെയും കായികമന്ത്രിയിലേക്ക് വേണം. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്ഥാനത്തിന് മന്ത്രി തന്നെ അദ്ദേഹം കാര്യത്തോട് പറഞ്ഞില്ല. ഒക്ടോബർ നവംബറിലാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ആ ഒക്ടോബർ നവംബറിൽ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ പറയുന്നത് സെപ്റ്റംബറിൽ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് എഗ്രിമെന്റ് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പം 2026 സെപ്റ്റംബറിൽ വരണോ വേണ്ടയോ? നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം എന്താ? 2026 സെപ്റ്റംബറിൽ വരണോ വേണ്ടയോ? അതൊന്ന് കേൾക്കട്ടെ. അല്ല, ഇതൊന്ന് പറ, 2026 സെപ്റ്റംബറിൽ വരണോ വേണ്ടയോ? അല്ല, അതൊന്ന് പറഞ്ഞേ. ഇത്ര കഷ്ടപ്പെടുന്നുണ്ടല്ലോ. പ്രചരണമാണ്. അതെ, ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ലുലുവിൻ്റെ ഉദ്ഘാടന സമയത്ത് ലിയാൻഡ്രോ ആണ് അവിടെ ലുലുവായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വന്നത്. നമ്മളെ ചുമതലപ്പെടുത്തിയ ലിയാൻഡ്രോ ആണ് അവിടെ സൈൻ ചെയ്യാൻ വന്നത്. ആ സമയത്ത് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, കേരളത്തിലേക്ക് മെസ്സി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? ലോകകപ്പിന് മുൻപ് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ലോകകപ്പിന് മുൻപ് വരും, പക്ഷേ ആരുമായിട്ടാണ്? മിനിസ്റ്ററുമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. എന്താ ഡിസ്കഷൻ നടക്കാനുള്ളത്? എഗ്രിമെൻറ്റ് കഴിഞ്ഞ് പൈസ മേടിച്ച് കഴിഞ്ഞ് വെച്ചിട്ട് ഇനി അതിൻ്റെ എന്ത് ഡിസ്കഷൻ നടത്താനുള്ളത്? അപ്പോൾ ആ ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താ? ഇതിന് ശേഷം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന് ശേഷം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ചിടത്തോളം ഈ 2026 പിന്നെ മെസ്സി വരുമെന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ തന്നെ ഒഫീഷ്യലായി പറഞ്ഞല്ലോ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ പിന്നെ എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല, അതില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അത് പ്രോപ്പറായിട്ട് നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരാൻ വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ എടുത്തിരിക്കുന്നത്. അർജന്റീന ടീം വരാൻ വേണ്ടിയിട്ടാണ്. വരില്ല എന്ന് പറയാനാണെങ്കിൽ പൈസ അയക്കുന്നതിന് മുന്നേ ഒറ്റ നാണക്കേടല്ലേ ഉണ്ടാവുള്ളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൈസ അയക്കുന്നതിന് മുന്നേ നിങ്ങൾ പത്രസമ്മേളനം നടത്തി ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പൈസ അയക്കാൻ പോകുന്നത്, എല്ലാ പെർമിഷൻസ് കിട്ടിയിട്ടുണ്ട്, കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ പൈസ അയക്കും എന്ന് നിങ്ങളെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പൈസ അയച്ചത് അല്ലേ? ആ പൈസ അയക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞാൽ പറയാം, ഞാൻ പൈസ അയക്കുന്നില്ല, ഇവർ വരുമെന്ന് തോന്നുന്നില്ല എന്നുള്ള ഒറ്റ നാണക്കേടല്ലേ ഉള്ളൂ. പൈസ അയച്ച് പൈസയും കളഞ്ഞ് മോശക്കാരായതിന് ശേഷം ഞാനിത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൈസ അയച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്, പൈസ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒക്ടോബർ നവംബർ വരുമെന്ന് നോക്കാം. വരില്ല അലിയെ, ടെൻഷൻ വേണ്ട. അത് നോക്കാം നമുക്ക്. അത് അന്നേരമല്ലേ, ഇപ്പൊ നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? മെസ്സി പ്ലസ് 4 കളിക്കാരുണ്ട്. പ്ലസ് 4 കളിക്കാർ അവർ ഇൻക്ലൂഡിങ് ചേർന്ന അർജന്റീന ടീമാണ്. അതിന് പ്രസ് കൺസേൺ ഉണ്ട്, അതും വാങ്ങിയിട്ടുണ്ട്. അർജന്റീന ടീം ഫുള്ളാണ്, ഇൻക്ലൂഡിങ് മെസ്സിയാണ്. ചില സമയത്ത് ചില സ്ഥലത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് ഇൻക്ലൂഡിങ് മെസ്സിനെ ഒഴിവാക്കിയിട്ട് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡിങ് മെസ്സിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ല, ഇവിടെ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാണല്ലോ, പിന്നെ നമുക്ക് നോക്കാം. ശരി, ഞാൻ ആ പ്രസൻറ്റേഷൻ കാണിച്ചു തരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ 1 കോടി ഇവൻറ്റ് നടത്താൻ ഉദ്ദേശിച്ചതും എന്താണ് പിന്നെ ടീമിനെ ഉദ്ദേശിച്ചതും എന്നുള്ള കാര്യമാണ്. ഇതെല്ലാം എന്താ അറിയോ, ഇതിപ്പോൾ ആൻഡോ പറഞ്ഞെന്ന് വിചാരിച്ച് സർക്കാരിൻ്റെ നെഞ്ചിലേക്ക് കയറാൻ നിൽക്കണ്ട. സർക്കാരല്ല, ഇതാ ഞാൻ കൊടുത്ത പ്രസൻറ്റേഷനാണ് കേട്ടോ, നോക്കിക്കോളൂ. ഫുട്ബോളിലെ വിശ്വവിജയികൾ കേരളത്തിന്റെ മണ്ണിലെത്തുന്ന അഭിമാന നിമിഷം. 1 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇവന്റായി ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന തയ്യാറെടുപ്പുകൾ. ലോകശ്രദ്ധ നേടുന്ന അന്നേ ദിവസത്തെ മെസ്സിയുടെയും സംഘത്തിന്റെയും യാത്രാ ക്രമീകരണങ്ങൾ ഇപ്രകാരമായിരിക്കും. രാമനാട്ടുകരയിൽ തുടങ്ങുന്ന വാഹന റാലിയിൽ പോലീസ് വാഹനങ്ങൾ, സുരക്ഷാ വാഹനങ്ങൾ, പിന്നാലെ സംഘാടക റിപ്പോർട്ടർ ടീമുമായി സഹകരിക്കുന്ന കമ്പനികളുടെയും സ്പോൺസർമാരുടെയും പ്രചരണ വാഹനങ്ങൾ, കേരളത്തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ.
തുടർന്ന് രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരുടെ വാഹനങ്ങൾ, സർക്കാർ വാഹനങ്ങൾ എന്നിവയുടെ നീണ്ട നിര. ലോക ജേതാക്കളായ മെസ്സിയുടെയും സംഘത്തിന്റെയും ഓപ്പൺ ബസ്, പിന്നാലെ സർക്കാർ സെക്യൂരിറ്റി, ഫുട്ബോൾ ടീമുകളുടെ വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങൾ. ലോക ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മഹാ ഉദ്യമം. രാമനാട്ടുകരയിൽ നിന്ന് തെക്കോട്ട് എറണാകുളം ഭാഗത്തേക്ക് വാഹന റാലി നീങ്ങി തുടങ്ങും. ആരാധകർക്ക് മെസ്സിയെ കാണാൻ ഹൈവേയുടെ ഇടത് ഭാഗത്തു നിന്നും സാധിക്കും. നിരീക്ഷണത്തിനും മെഡിക്കൽ ആവശ്യങ്ങൾക്കുമായി 6 ഹെലികോപ്റ്ററുകൾ, 10,000-ലധികം വോളണ്ടിയർമാർ ഓരോ 5 മീറ്ററിലും സുസജ്ജരായി നിൽക്കും. ഇവന്റിൽ പങ്കെടുക്കുന്ന 1 കോടിയിലധികം ജനങ്ങളുടെ വാഹനങ്ങൾ സർവീസ് റോഡിന്റെ അപ്പുറത്തും പോക്കറ്റ് റോഡുകളിലും ഉൾപ്രദേശങ്ങളിലും പാർക്ക് ചെയ്ത് ഹൈവേയിൽ കയറി നിന്ന് ഇവന്റിന്റെ ഭാഗമാകാം. രാമനാട്ടുകരയിൽ നിന്നും ഇടിമുഴിക്കൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, തലപ്പാറ, പുത്തനത്താണി, വെട്ടിച്ചിറ വഴി നീളുന്ന വാഹന റാലി 50 കിലോമീറ്റർ പിന്നിട്ട് വളാഞ്ചേരിയിൽ സമാപിക്കുന്നു. വളാഞ്ചേരിയിൽ നിന്നും അർജന്റീന ടീമിനെ ഹെലികോപ്റ്ററിൽ ഹോട്ടൽ റൂമുകളിൽ എത്തിക്കുന്നു. ലോക ഭൂപടത്തിൽ കേരളത്തെ സ്പോർട്സ്, ഫുട്ബോൾ, ടൂറിസം എന്നിവയുടെ ഹബ്ബാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിക്കുള്ള വലിയ തുടക്കം ഈ ഇവന്റോടുകൂടി കുറിക്കപ്പെടുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ഇവന്റ് ഇനി കേരളത്തിൽ. To mark this historic occasion, the match will be held at Greenfield Stadium, Trivandrum. The stadium is being transformed with a range of exclusive amenities to deliver an exceptional spectator experience, including bespoke luxury lounges, elite VVIP enclosures, curated gourmet cafeterias, and exclusive zones for key clients and partners. Premium guests will enjoy ultra-close views of the match, a privilege usually reserved for football's inner circle. VVIP attendees will also have an opportunity to personally meet and spend time with the Argentina team in a specially curated setting. The stadium is open to the public with various ticket categories, offering fans a rare chance to watch Team Argentina live, with access to top-tier amenities and a world-class viewing experience. ഇത് ചെറിയ പണിയാണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കേണ്ട. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല, അർജന്റീന ടീമിനും കൂടി ആയിരുന്നു. അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ നടപടി സ്വീകരിക്കും. താങ്ക് യു.